തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും ഇന്ന് ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ സ്തുതിക്കുന്നു. എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷ്യമാക്കുന്നൊരു ദൈവമുണ്ട്. സകലത്തിലും നമ്മളെ അത്ഭുതമാക്കുന്നൊരു കർത്താവുണ്ട്. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിരാശപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിരാശപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കി ദൈവം നമ്മളെ മാറ്റും. ആമേൻ. നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. എല്ലാത്തിലും കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സോറി, മൈക്ക് മ്യൂട്ടായിരുന്നു. ഇന്നലെ കേട്ട വചനചിന്ത മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു അല്ലേ? ഇപ്പൊ ഇന്നലെ കേട്ട് നമുക്ക് എല്ലാവർക്കും നമ്മൾ രണ്ട് വാക്കാണ് ഇന്നലെ എടുത്തത്. ഒന്ന് ബിലീവ്, രണ്ട് ഫെയ്ത്ത് അല്ലേ? അല്ലെങ്കിൽ ഫെയ്ത്ത് എന്നും ബിലീവ് എന്നും പറയുന്ന രണ്ട് വാക്കുകളാണ് ബൈബിളിൽ നമുക്ക് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബൈബിളിൽ കാണാൻ പറ്റും. മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും വിശ്വാസം എന്ന പദം മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ രണ്ട് രീതിയിൽ അതിനെ വേർതിരിച്ച് വെച്ചിരിക്കുന്ന. ഫെയ്ത്ത് എന്ന് എല്ലായിടത്തും പറയുന്നില്ല, ബിലീവ്. നമ്മളത് കേട്ടു അല്ലേ? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ദൈവത്തെപ്പറ്റിയുള്ളൊരു അറിവ്, ആ അറിവിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവിൽ എന്താണോ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, ആ അറിവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. പിന്നെയും നമുക്ക് തുടർമാനമായി കർത്താവിൻ്റെ വചനം കേട്ട് മുന്നോട്ട് പോകാം. എല്ലാ മേഖലകളിലും നമ്മളെ സൂക്ഷിക്കുന്നൊരു കർത്താവുണ്ട്. സകലത്തിലും നമ്മളെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്കൊരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ ലൂക്കോസ് ലീഹായുടെ സുവിശേഷമാണല്ലോ കേട്ട് വരുന്നത്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്നും അവിടെ നമുക്ക് ചില വചനഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മളെപ്പോഴും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട വിശ്വാസത്തെ ദൈവം പകരുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുന്ന വചനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട വിശ്വാസത്തെയും കൂടെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പകരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുതേ. നമ്മൾ കേൾക്കുന്ന വചനത്തിൻ്റെ അകത്ത് നമുക്ക് വേണ്ട വിശ്വാസവും കൂടെയുണ്ട്. ആ വിശ്വാസത്താൽ പിടിച്ചു കയറുവാൻ, നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞ പോലെ കര കയറുവാനുള്ള കൃപ ഇന്ന് അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. നമുക്കൊരുമിച്ച് ഇന്ന് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചോണേ, കർത്താവ് എന്നെ നിരാശപ്പെടുത്തുവാൻ സമ്മതിക്കത്തില്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു നിരാശ കൊണ്ടുവരുവാൻ അനുവദിക്കത്തില്ല. ഇനി ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ അതിൽ നിന്നൊക്കെയും കരകയറി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ആമേൻ. നമുക്കൊരു വചനം വായിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 21-ാമത്തെ വാക്യത്തിൽ 21-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കർത്താവ് ഈ ക്രൂശിനെ പറ്റി അല്ലെങ്കിൽ കാൽവരി ക്രൂശിനെ പറ്റി പറയുന്ന ചില ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഞാനൊന്നത് കറക്റ്റ് ചെയ്തോട്ടെ. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. കർത്താവ് അന്ത്യകാലത്തിലെ ചില സംഭവങ്ങളെപ്പറ്റി പറയുന്നു. നമ്മൾ എപ്പോഴും ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ഒരുക്കമുള്ളവരായിത്തീരണം. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ കർത്താവിൽ എപ്പോഴും ഒരുക്കമുള്ളവർ ആയിത്തീരണം. ആമീൻ. ഇവിടെ നിങ്ങൾ വചനം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇവിടെ മുതൽ ഞാൻ വായിക്കാം, മുകളിലോട്ട് ഞാനിവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം വായിച്ചിട്ട് ഞാൻ മുകളിലോട്ട് പോകാം. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിൽ എന്ത് ഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ചു നോക്കി പാർക്കുന്നതുകൊണ്ട് മനുഷ്യൻ നിർജീവന്മാരാകുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടെയും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് നിങ്ങൾ കാണും.
ഇത് സംഭവിപ്പാൻ നിങ്ങളുടെ വീണ്ടെടുപ്പും അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കി നോക്കുവിൻ. ഒരു ഉപമയും അവനോട് കൂടെ പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെ നോക്കുവിൻ, അവ തളിർക്കുന്നതും നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നു. ആവണ്ണം തന്നെ ഇത് സംഭവിക്കേണ്ടത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ദൈവരാജ്യം രണ്ട് രീതിയിലാണ് വെളിപ്പെട്ട് നിൽക്കുക. ഒന്ന്, ദൈവരാജ്യം അക്ഷയമായി വെളിപ്പെടുന്ന സമയമുണ്ട്, അല്ലാതെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു രീതിയിൽ. യേശുക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ആത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി ജീവിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്. ഒരു വിശ്വാസി ആയിരിക്കുന്നതും വിശ്വാസി ജീവിക്കുന്നതും ദൈവരാജ്യത്തിലാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി എപ്പോഴും ഓർത്തോണേ, നിങ്ങൾ ഈ ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കത്തില്ല. 32 വാക്യം കൊണ്ടോ, സകലതും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകുകയില്ല. നോക്കിക്കേ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകത്തില്ല. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, നോക്കിക്കേ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നു. നോക്കിക്കേ, ആമേൻ. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾ, പൊതുവേ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ അറിയാം, ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് തന്നെ ഉപജീവന ചിന്തകൾ. നോക്കിക്കേ, ഉപജീവന ചിന്തകളിൽ ഭാരപ്പെട്ട്, മദ്യപാനത്തിലും ഉപജീവന ചിന്തകളിലും അവരെന്ത് ചെയ്യുന്നു? ഭാരപ്പെട്ടിരിക്കുന്നു. ഈ വചനം ശ്രദ്ധിച്ചോണേ, ഉപജീവന ചിന്തകൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 21 34 വാക്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഉപജീവന ചിന്തകൾ. നമുക്കറിയാം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങളോട്. നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും, പല ആളുകളും ജീവിക്കുന്നത് തന്നെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക, നിങ്ങളിപ്പം ഒരു മെച്യൂരിറ്റി വന്ന്, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് ശേഷമോ നമ്മളെല്ലാം ജീവിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്, അല്ലേ? ചിലപ്പോൾ വീടിൻ്റെ വാടകയായിരിക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ ലോണായിരിക്കാം, കുഞ്ഞുങ്ങളുടെ പഠിപ്പായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ആഹാരത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിന് വേണ്ടി, അത് നിറവേറ്റാൻ വേണ്ടി, ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ ജോലിക്ക് പോകുന്നത് തന്നെ നമ്മുടെ ലക്ഷ്യം പലപ്പോഴും എന്താണ്? തിങ്കൾ മുതൽ വെള്ളി വരെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തിങ്കൾ മുതൽ ശനിയോ ഞായറോ വരെ ആയിക്കോട്ടെ, ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ചോദിച്ചോട്ടെ, ഈ കിട്ടുന്ന പൈസ മൊത്തം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണോ, അതോ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ അകത്തത് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണോ? ഒന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് തന്നെ, ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ജീവിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അടവുകൾ നിറവേറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടി, ഒത്തിരി പ്രശ്നങ്ങൾ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ജോലികൾ കൂടുതൽ സമയം ഓവർ ടൈം ചെയ്യുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഓരോ വർഷം ഈ കാര്യങ്ങൾ കുറയുന്നുണ്ടോ, അതോ ഓരോ വർഷം കഴിയുമ്പോൾ ഇത് കൂടുന്നുണ്ടോ? ഏതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആമേൻ. അപ്പൊ ഇത് കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? ഉപജീവന ചിന്തകളാൽ നാം ഭാരപ്പെട്ടു പോയിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇന്നാളൊരു വാക്യം പറഞ്ഞായിരുന്നു, അല്ലേ? നമ്മൾ കഠിനാധ്വാനത്താൽ ഒന്നും ചേക്കേറുന്നില്ല, യഹോവയുടെ ഭക്തന്മാർക്ക് അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, യഹോവയുടെ ഭക്തന്മാർക്കോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. കഠിനാധ്വാനത്താൽ ഒന്നും നമ്മൾ നേടുന്നില്ല.
ടോയിലിംഗ് എന്നാണ് പറയുന്നത്, ലൈക്ക് അധ്വാനത്താൽ എന്നാണ് മലയാളത്തിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കഠിനാധ്വാനം, ഓവർ ടൈം. നോക്കിക്കേ, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് മീതെ നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോൾ വചനം പറയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉപജീവന ചിന്ത. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്കൊരു കല്യാണത്തിന് പോയാലോ, നമുക്കൊരു പാർക്കിൽ പോയാലോ, സന്തോഷം തരുന്ന എവിടെ ചെന്നാലും നമ്മുടെ അകത്ത് ഈ ടെൻഷൻ നമ്മൾ നിറയ്ക്കും. എൻ്റെ കർത്താവ്, എങ്ങനെ കൊച്ചിൻ്റെ കാര്യം, എങ്ങനെ വീട്ടിലെ കാര്യം, എങ്ങനെ വീടിൻ്റെ ലോൺ, എങ്ങനെ വീടിൻ്റെ വാടക, ഇങ്ങനെ ഈ ചിന്തകൾ നിങ്ങളെ ആരെങ്കിലും വേട്ടയാടുന്നുണ്ടോ? ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ വർഷത്തെക്കാളും കുറഞ്ഞോ കൂടിയോ? കൂടി. അപ്പൊ ഇനി ശ്രദ്ധിച്ചോണേ, ഇങ്ങനെ കൂടുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണേ, നിങ്ങൾ ദൈവവചനത്തിൽ നിന്നും വെളിയിൽ പോയിരിക്കുന്നു. ഇതെന്നാ ബ്രദറെ ഈ പറയുന്നത്? കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്ത് എങ്ങനെ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾക്കകത്ത് അധ്വാനിക്കുന്നത് നല്ലതല്ലേ? ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഇപ്പം ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇവർ ആഴ്ചയിൽ 3 ദിവസമാണ് സാധാരണ ജോലി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 3ഉം 2ഉം ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയം കേൾക്കുന്നില്ല. ആമേൻ. അപ്പോൾ നിങ്ങൾ നോക്കി, അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അവരൊരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. 3 ദിവസം നമ്മൾ ജോലി ചെയ്തതിന് ശേഷം 2 ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുക നമ്മുടെ ശരീരത്തെ. അതായത് 12 മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷം 2 ദിവസം നമുക്ക് റെസ്റ്റ് തരും. ആ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ രീതി എങ്ങനെയാണ്? പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ 2 ദിവസം റെസ്റ്റും കൂടെ ചേർത്തിട്ട് ആഴ്ചയിൽ 7 ദിവസവും ഈ 12 മണിക്കൂർ ജോലി ചെയ്യും. അപ്പം ഞാൻ ഇവിടെയുള്ള പല ആൾക്കാരെയും ശ്രദ്ധിച്ചപ്പം അവർ പറയുന്നത്, അങ്ങനെ ജോലി ചെയ്താൽ ഇഷ്ടംപോലെ പൈസ കിട്ടും, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അവരുടെ മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും അവരുടെ രീതികൾക്കകത്തെല്ലാം വളരെ ടയേർഡ്നെസ് ഞാൻ കാണുവാണ്. അപ്പം ഞാൻ ഓർത്തു, ഇവർ മടിയന്മാരായതുകൊണ്ടായിരിക്കാം 3 ദിവസം 12 മണിക്കൂർ ജോലിയും 2 ദിവസവും റെസ്റ്റും വെച്ചതിൻ്റെ കാരണം മടിയന്മാരായതുകൊണ്ടായിരിക്കാം ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഭയങ്കര കഠിനാധ്വാനം. അപ്പം ഞാൻ ചോദിച്ചു, ഈ കഠിനാധ്വാനം ആഴ്ചയിൽ 7 ദിവസം ജോലി ചെയ്ത് നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ടോ? ഇല്ല, റെസ്റ്റില്ല. അവരുദ്ദേശിക്കുന്നത് 60-ാമത്തെ വയസ്സിലോ 65-ാമത്തെ വയസ്സിലോ 70-ാമത്തെ വയസ്സിലോ അവർക്ക് റെസ്റ്റ് ചെയ്യാം എന്നാണ് അവരുടെ ചിന്ത. പക്ഷേ നിങ്ങൾക്കറിയാവോ, കുറേ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ്. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമായതുകൊണ്ടാണ്, മെൻ്റലി ഫിസിക്കലി നമുക്ക് റെസ്റ്റ് ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ രാജ്യത്ത് എന്ത് ചെയ്തേക്കുന്നത്, അങ്ങനെ ഒരു പാറ്റേൺ വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ജോലിക്കകത്ത് നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഞാനിത് പറയാൻ കാര്യം ഇതിലോട്ടൊന്ന് വരാവേ. അപ്പോൾ അന്ത്യകാലത്തെ പറ്റിയാണ് യേശുക്രിസ്തു പറയുന്നത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും നിങ്ങൾ ഈ കാണുന്ന രീതികൾക്കൊക്കെ വ്യത്യാസം വരും. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാറ്റേണുകൾക്ക് വ്യത്യാസം വരും. നമ്മളിവിടെ ഈ വചന ശുശ്രൂഷ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നൊരു ദർശനമാണ്. നമുക്ക് ക്രിസ്തീയ ജീവിതം പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് പലപ്പോഴും നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രസംഗം കേട്ടവരൊക്കെ, ഞാൻ ആരെയും എടുത്തു പറയുകയല്ല, നിങ്ങൾ പലയിടങ്ങളിലും പോയി പ്രസംഗം കേട്ടു. പലയിടങ്ങളിൽ പ്രസംഗം കേട്ട് നിങ്ങൾ കൈയടിച്ചു, അവിടെ ആരാധിച്ചു, ഹല്ലേലൂയൊക്കെ പറഞ്ഞു, അവിടെ സ്തോത്രം പറഞ്ഞു, ഭയങ്കരമായിട്ടുള്ള വചന മർമ്മങ്ങളെ നിങ്ങൾ കേട്ടു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ എവിടെയെങ്കിലും എങ്ങനെയാണ് പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് പ്രയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ആരെങ്കിലും വചനത്താൽ പറയുന്നത് കേട്ടായിരുന്നോ? ഇല്ല ബ്രദറെ, വചനം വായിക്കാനേ ആമേ. ഞാൻ എന്തുകൊണ്ടാണ് അവരെ വിമർശിക്കാൻ പറഞ്ഞതല്ല, നമ്മൾ കുറേ വചനങ്ങൾ കേൾക്കുന്നു. ഒത്തിരി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തു, ഭർത്താവ് ആദ്യകാലങ്ങൾ ഒത്തിരി വചനം കേൾക്കുന്നു, ഭയങ്കര ആരാധിക്കുന്നു. പക്ഷേ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും ഞാൻ പ്രശ്നങ്ങളിലാണ്, ഇപ്പോഴും ഞാൻ പല ദുഃഖത്തിലാണ്, ഇപ്പോഴും ഞാൻ ഓവർകം ചെയ്യാൻ കഴിയാത്ത ചില പാപചിന്തകളിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത്, കർത്താവ്, ഈ കേട്ട പ്രസംഗങ്ങൾക്കകത്ത് എങ്ങനെയാണ് ഇതിനെ ജയിക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നതെന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യത്തിൻ്റെ അകത്തു നിന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, ഉപയോഗിക്കുവാൻ നിങ്ങൾ പഠിക്കണം.
ഇവിടെ യേശുക്രിസ്തു പറയുന്ന നോക്കിയേ, അന്ത്യകാലത്തെപ്പറ്റി പറയുകയാണ്. ഈ അന്ത്യകാലത്ത് പറയുന്ന ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും, ഭൂലോകത്തിൽ എന്തും സംഭവിക്കാൻ പോകുന്നത് പേടിച്ച് നോക്കി നിൽപ്പാൻ മനുഷ്യൻ നിർജീവന്മാർ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? കോവിഡ് വന്ന സമയത്ത് ഇറ്റലിയിലൊക്കെ നമ്മൾ ആദ്യം കാണുന്ന വാർത്ത അതല്ലേ, ശവങ്ങൾ ഇങ്ങനെ കോവിഡ് വന്ന് മരിച്ച ഡെഡ് ബോഡികളെ പോലും തൊടാൻ കഴിയാതെ പൈസയുമായിട്ട് എന്തൊരു ഇന്ത്യയിൽ പോലും ആളുകൾ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് എന്ത് ചെയ്തു, ഓടി പരാക്രമത്തോടെ പോകുന്ന കാഴ്ച. വേണ്ട, കേരളത്തിൽ പോലും നമ്മൾ കണ്ടല്ലേ, ഇങ്ങനെ ഡെഡ് ബോഡികൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തി JCBക്കകത്തോട്ട് മൊത്തം മുഖമൂടിധാരികളായിട്ടുള്ള ആളുകൾ മൊത്തവും അവർ കവർ ചെയ്ത ആളുകൾ ഇങ്ങനെ വലിയ വലിയ ഒരു കുഴി കുത്തിയിട്ട് ഏത് മനുഷ്യനാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അവരുടെ ഡെഡ് ബോഡികളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അവിടുന്ന് പേടിച്ചോടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടല്ലേ. അപ്പം മനുഷ്യൻ നിർജീവന്മാരായി നോക്കിക്കേ, ഇതെല്ലാം പേടിച്ച് നോക്കി കൊണ്ട് നിൽക്കുന്നൊരു കാലഘട്ടം. അപ്പം ഇതൊരു സിമ്പല് മാത്രമാണ് കേട്ടോ. ഈ കോവിഡ് പോലത്തെയുള്ള മഹാമാരികൾ ഇനിയും ലോകത്തിൽ വരും. ദൈവം ദുഷ്ടനായിട്ടല്ല, ഇതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ നിങ്ങൾ രക്ഷപ്പെടണം. നോക്കിക്കേ, ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നു, ആ കാലത്ത് ഗർഭിണികൾക്ക് മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം, ദേശത്ത് വലിയ ഞെരുക്കവും ജനത്തിൻ്റെ മേൽ ക്രോധവും ഉണ്ടാവും. ആമേൻ. ഇങ്ങനെ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് നോക്കിക്കേ, മുല കുടിക്കുന്നവർക്കും ഗർഭിണികൾക്കും അയ്യോ കഷ്ടമെന്ന് എഴുതിയിരിക്കുന്നു. നോക്കിക്കേ, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നതും കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു ഓർത്തുകൊള്ളുക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വചനം പറയുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ കർത്താവ് പറയുന്ന വാക്ക് കണ്ടോണേ. ഇവിടെ നമ്മളിപ്പോൾ വായിച്ച വാക്യാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം എൻ്റെ വചനത്തിന് മാറ്റം വരത്തില്ല. എന്നിട്ട് പറയും, നമ്മളോട് പറഞ്ഞു തരുവാണേ, നിങ്ങളുടെ ഹൃദയം, ഇവിടെ നിശ്ചയിച്ചു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടരുത്. അപ്പോൾ പിന്നെയും ചോദ്യം, ബ്രദർ പറഞ്ഞില്ല ഞങ്ങളപ്പോൾ ഓവർ ടൈം എടുക്കേണ്ടെന്നാണോ, ഞങ്ങൾ ജോലിക്ക് പോകേണ്ടെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? അല്ല. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് വചനത്തിൽ നമ്മൾ കേട്ടത്, കഠിനാധ്വാനത്താൽ കഠിനാധ്വാനത്താൽ ഒന്നും ശേഖരിക്കുന്നില്ല ദൈവത്തിൻ്റെ മനുഷ്യനോ, അവൻ എന്തു ചെയ്യുന്നു, ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മൾ കേട്ടല്ലേ, ഉറക്കത്തിൽ എന്തു ചെയ്യുന്നു, ദൈവത്തിൻ്റെ മനുഷ്യന് എല്ലാം കൊടുക്കും. നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പം ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മനുഷ്യർക്ക് കിട്ടുന്നത്? നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് പോലും ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നമുക്ക് ഈ വചനത്തെ, നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 21 ഈ ഒരു വചനം ഞാൻ വന്നിട്ടൊന്ന് വാക്കൊണ്ട് വരാവേ. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകത്തില്ല. ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവവചനത്തിന് മാറ്റമില്ല. ഈ വചനത്തിനൊരു പ്രത്യേകത, വചനത്തിന് പല രീതിയിലേക്ക് മാറാൻ കഴിയും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനത്തിന് രൂപം മാറുവാൻ കഴിയുമെന്ന് പറ. ആമേൻ. ദൈവവചനത്തിന് രൂപം മാറുവാൻ കഴിയും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ അകത്ത് 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, 23 മുതൽ നമുക്ക്, കിടുന്ന ബീജത്താല കിടാത്തത് നിലനിൽക്കുന്ന ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്, സകല പുല്ലും അതിൻ്റെ സകല ജഡവും അതിൻ്റെ പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയൊക്കെയും പുല്ലിൻ്റെ പൂ പോലെയും വാടിപ്പോകുന്നു, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ദൈവവചനത്തെ ആദ്യം പറഞ്ഞു, ആകാശം മാറിയാലും ഇനി എന്നാ പ്രശ്നം വന്നാലും ദൈവവചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ല. രണ്ടാമത് പറയുന്നു, സകല പുല്ലും ഭംഗി എൻ്റെ പൂ പോലെയും അതിൻ്റെ പുല്ലിൻ്റെ ഭംഗിയെല്ലാം പൂ പോലെയുമാകുന്നു, പുല്ലുണങ്ങും പൂ വാടും, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനത്തിന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം വായിക്കുമ്പോൾ സുവിശേഷം 1 പറയുന്നു, 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, വചനം മനുഷ്യരൂപമായി മാറി. ദൈവത്തിൻ്റെ വചനം, ഇപ്പം നിങ്ങൾ മലയാളത്തിലൊരു വചനം, ഏതെങ്കിലും ഒരു വാക്യം എന്ന് പറഞ്ഞു, മലയാളത്തിൽ ഏതെങ്കിലും ഒരു വാക്യം പറഞ്ഞു, ഏതെങ്കിലും ഒരു വചനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ
പാർക്കുകയും ചെയ്യുന്നവൻ ഉം. യഹോവയെ കുറിച്ച് അവനൊരു സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ആമേൻ. അപ്പം നമ്മൾ കേട്ടു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ തണലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എന്ന് പറയും അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു വാക്യം കേൾക്കുന്ന സമയത്ത് ഇത് മലയാളത്തിലാണ് കേട്ടിരിക്കുന്നത്, മലയാളത്തിൻ്റെ അകത്താണ് ഈ വചനം കേട്ടിരിക്കുന്നത്. അപ്പം ഈ വചനത്തിന് നിങ്ങളെ കവർ ചെയ്യുവാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ അച്ചടിച്ച് ചിലപ്പം വിശ്വാസിയായിരിക്കത്തില്ല, ഏതെങ്കിലും മതത്തിലുള്ള ആളായിരിക്കാം, ഏതെങ്കിലും ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ അച്ചടിച്ചതായിരിക്കാം. അങ്ങനെ അച്ചടിച്ചിരിക്കുന്ന ഒരു ബൈബിൾ വചനം നിങ്ങളിപ്പോൾ വായിക്കുകയാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന ഞാൻ, സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുന്ന ഞാൻ, അവൻ എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കോട്ടയും എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ വാക്യം പറയുമ്പോൾ നിങ്ങൾ സ്വയം അങ്ങ് വിശ്വസിക്കുകയാണ്, കർത്താവാണ് എൻ്റെ സങ്കേതം, കർത്താവ് എൻ്റെ കോട്ടയാണ്. കോട്ടയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ്. ഇത് നിങ്ങൾ പറയുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് എന്തായിട്ട് മാറും? ഒരു ഷീൽഡായിട്ട് മാറും. കണ്ടോ, വചനം അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ. അപ്പോൾ യെശയ്യാവിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് പ്രവൃത്തിയുണ്ട്, അത് പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരത്തില്ല. ആമേൻ. അപ്പോൾ അന്ത്യകാലത്ത് ഭയങ്കര പ്രശ്നം. നമുക്കൊരു അന്ത്യകാലത്തിൻ്റെ വലിയ വലിയ ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ടല്ലേ. നമ്മൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങളെ പറ്റിയൊക്കെ പലരും കൂടുതലും ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. അതിങ്ങനെ ഒത്തിരി പ്രസംഗിച്ച് അത് കേട്ട് പേടിക്കുന്ന ആൾക്കാരുണ്ട്. പലരൊക്കെ പറയുന്നുണ്ട്, ദൈവമേ ബ്രദറെ ഇനി 66 ഇല്ലാതെ എങ്ങനെ അരി മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഭയങ്കര സംശയം ചോദിക്കും. നമുക്കിനി 666 കുത്തിയാലല്ലേ അരി മേടിക്കുക. അപ്പോൾ അതൊക്കെയാണ് ആൾക്കാരുടെ പേടി മൊത്തം, എങ്ങനെ അരി മേടിക്കുമെന്നാണ്. അല്ലാതെ 666 അല്ല അവരുടെ വിഷയം. അപ്പം ഇങ്ങനെ ഭയപ്പെട്ട് കുറേ ആൾക്കാർ ജീവിക്കുമ്പോൾ, എൻ്റെ പ്രിയരെ, ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിക്കത്തില്ല. പക്ഷെ വചനത്തെ ഉപയോഗിക്കുവാൻ നിങ്ങൾ പഠിക്കണം. വചനത്തെ ഉപയോഗിക്കുവാൻ പഠിക്കണം. വചനത്തെ പ്രാക്ടിക്കൽ ലൈഫിൽ, റിയൽ ലൈഫിൽ എങ്ങനെയാണ് കൊണ്ടുവരുവാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം. ആമേൻ. ഇവിടെ നോക്കിക്കേ, വചനം പറയുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു പറഞ്ഞാൽ ആ വ്യക്തി വീണ്ടും ജനിക്കുന്നു. ആമേൻ. ആ വ്യക്തി വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ ജനിക്കുന്നു. ആമേൻ. അപ്പോൾ ദൈവവചനത്താൽ ജനിച്ച നിങ്ങൾ, നമ്മൾക്കറിയാം, ഈ നമ്മൾ പറയത്തില്ലേ മനുഷ്യൻ്റെ പിള്ളേരെന്ന് പറയത്തില്ലേ, ഇതെന്തോ മൃഗത്തിൻ്റെ ആണോ മനുഷ്യൻ്റെ ആണെന്ന് ചോദിക്കത്തില്ലേ. അപ്പം മനുഷ്യൻ്റെ പിള്ളേർ കഴിക്കുന്നതെല്ലാം എങ്ങനെയുള്ള ആഹാരമായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? മനുഷ്യൻ കഴിക്കുന്ന ആഹാരം അല്ലേ. മൃഗങ്ങളിൽ നിന്നുണ്ടായ മൃഗത്തിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം എന്ത് കഴിക്കും? മൃഗം കഴിക്കുന്നതാണ് കഴിക്കുന്നത് അല്ലേ. അപ്പം മനുഷ്യ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് മനുഷ്യൻ കഴിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും പോയി കഞ്ഞിവെള്ളമോ കാടിവെള്ളമോ അങ്ങനെയുള്ള പശുവോ മറ്റു മൃഗങ്ങളോ കഴിക്കുന്നൊന്നും നമ്മൾ കഴിക്കാറില്ലല്ലേ. നമ്മൾ കഴിക്കുന്നത് മനുഷ്യൻ കഴിക്കുന്നതാണ്. കാരണം നമുക്ക് ബന്ധം മനുഷ്യനുമായിട്ടാണ്, നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്നത് മനുഷ്യനുമായിട്ടാണ്. അപ്പം മനുഷ്യൻ കഴിക്കുന്നതാണ് നമ്മുടെ ആഹാരം. ഇവിടെ നോക്കി, അങ്ങനെയെങ്കിൽ നിങ്ങൾ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ ജനിച്ചിരിക്കുന്നത് വചനത്താലാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കർത്താവ് പറഞ്ഞു, ആകാശം ഒഴിഞ്ഞു പോയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനം ഒഴിഞ്ഞു പോകത്തില്ല. കണ്ടോ. അപ്പോൾ ഈ നിലനിൽക്കുന്ന ദൈവവചനത്താലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിക്കുന്നത്. ഇങ്ങനെ വീണ്ടും ജനിച്ച നിങ്ങളെപ്പറ്റി വചനം പറയുന്നു, ബൈബിൾ പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ. നോക്കിക്കേ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, വചനത്തെ ഒരു ഭക്ഷണമാക്കി മാറ്റുന്നത് കൊണ്ടോ, വചനം ഒരു പാല് കുടിക്കും. മറ്റൊരു ഭാഗത്ത് പറഞ്ഞ കട്ടിയായ ആഹാരം എന്ന് പറയുന്ന വചനം. ആമേൻ. അപ്പോൾ വചനം ഒരു വ്യക്തി ഭക്ഷിക്കുന്നു. നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ?
നമ്മൾ ആഹാരം ചോറോ മറ്റെന്തെങ്കിലുമൊക്കെ ചവച്ചരച്ച് കഴിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളറയിലേക്ക് ചെല്ലുന്നത് പോലെ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നമ്മൾ ആഹാരം കഴിക്കുന്നു, ചവയ്ക്കുന്നു, ചവച്ചിറക്കുന്നു. ആ ഭക്ഷണം നമ്മുടെ നമ്മുടെ നാവിലൂടെ നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങി നമ്മുടെ ആമാശയത്തിലേക്ക് ചെല്ലുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ഭക്ഷിക്കുന്നത്? ബൈബിളിലെ അക്ഷരങ്ങൾ നമുക്കൊരിക്കലും ഭക്ഷിക്കാൻ കഴിയത്തില്ലല്ലോ. ബൈബിൾ പറയുന്നു അതങ്ങനെ പാല് കുടിക്കുന്നത് പോലെ കുടിക്കാൻ പറ്റുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്ന കട്ടിയായ ആഹാരമെന്ന് പറയുന്ന വചനം. അപ്പോൾ എങ്ങനെയാണിത് ഭക്ഷിക്കുന്നത്? നമ്മൾ ആഹാരവുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താൻ കാരണമെന്ന് ചോദിച്ചാൽ ആഹാരത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു എനർജിയെ കാണിക്കുന്നല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്കൊരു എനർജി അല്ലേ, നമ്മുടെ ഉള്ളറയിൽ ചെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അത് പ്രോട്ടീനോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടത് മാറുന്നു. ഇതേപോലെ തന്നെ ദൈവവചനം നിങ്ങളുടെ നാവിലൂടെ, അതുകൊണ്ടാണ് വചനത്തെ ആഹാരത്തോട് ഉപമിച്ചത്. നമ്മുടെ നാവിലൂടെ ഈ വചനത്തെ രുചിക്കണം. നിങ്ങളുടെ നാവിലൂടെ ഈ വചനം നിങ്ങൾ പറയുവാണ്, യഹോവ എൻ്റെ സങ്കേതമാകുന്നു. ഇനി നമ്മുടെ പ്രഖ്യാപനത്തിൻ്റെ ഒരു വചനം ഞാൻ പറയാം. എൻ്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ഞാൻ ഇതെൻ്റെ നാവിലൂടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ എൻ്റെ നാവിലൂടെ ഞാൻ ആ വചനം എടുക്കുവാണ്. എൻ്റെ സഹായം യഹോവയാണ്, എൻ്റെ സഹായം യഹോവയാണ്, എൻ്റെ സഹായം യഹോവയാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമാണ് എന്ന് ഞാൻ എൻ്റെ നാവിലൂടെ പറയുമ്പോൾ എൻ്റെ നാവിലൂടെ പറഞ്ഞ വചനം അത് നേരെ ആമാശയത്തിൽ ആഹാരം ചെല്ലുന്നത് പോലെ ഈ വചനം നേരെ എൻ്റെ ഹൃദയത്തിലേക്ക് ചെല്ലുന്നു. കേട്ടോണേ, ഇവിടെ ആമാശയമല്ല, ഹൃദയമാണ്. ഈ ഹൃദയത്തിൽ ചെന്നിട്ട്, ഈ വചനം ഹൃദയത്തിൽ ചെന്നിട്ട് ആമാശയത്തിൽ ചെന്ന ചോറോ കറിയോ എന്തു ആയിക്കോട്ടെ അത് ഡൈജസ്റ്റ് ആക്കി എടുക്കുന്നല്ലേ. അതിൻ്റെ അകത്ത് നമുക്കൊരു വലിയൊരു പ്രോസസ്സിങ് നടക്കുന്നു. ആഹാരം അകത്ത് ചെന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ആഹാരം നമ്മുടെ അകത്ത് നമ്മൾ പറഞ്ഞതുപോലെ കുഴമ്പ് രൂപത്തിലോ മറ്റേതെങ്കിലുമൊക്കെ ആയിത്തീർന്ന് അത് ശരീരത്തിലേക്ക് അത് നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്നല്ലേ. അത് പ്രോട്ടീനായിട്ടും മിനറൽസായിട്ടും ഒക്കെ മാറുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചെല്ലുന്ന വചനം അവിടെ ചെന്നിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത് അതേപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചെന്നിട്ട് അത് വിശ്വാസവുമായിട്ട് മിക്സായിട്ട്, നോക്കിക്കേ, അത് വിശ്വാസവുമായിട്ട് മിക്സായിട്ട് അതിനൊരു രൂപമാറ്റം സംഭവിക്കുന്നു. അത് നിങ്ങൾക്ക് എനർജിയായി മാറുന്നു. കണ്ടോ, ഭക്ഷണം നിങ്ങൾക്ക് എങ്ങനെയാണോ ദഹിക്കുന്നത് പോലെ ദഹിച്ച് നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണോ ആരോഗ്യമായി ബലമായി പ്രോട്ടീനായി മാറുന്നത് പോലെ നിങ്ങൾ പറയുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ എന്തായി തീർന്നു? അത് പ്രവൃത്തിയിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ വചനം പറയുന്നുണ്ട് ബ്രദറെ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ശ്രദ്ധിച്ചോണേ, നിങ്ങൾക്കറിയാം നമ്മൾ പലപ്പോഴും പല ആൾക്കാർക്കും ഈ പ്രത്യേകിച്ച് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ്. അവർ പറയും, ബ്രദറെ എനിക്ക്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പറയും, എനിക്ക് കുറച്ചും കൂടെ ശരീരമൊക്കെ ഒന്ന് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, വല്ലാതെ അവൻ ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് വണ്ണം വെക്കണം, അല്ലെങ്കിൽ ഒരു ബോഡിയൊക്കെ ഒന്ന് കുറച്ചും കൂടെ വളരണം. അപ്പോൾ അതിന് ആ വ്യക്തിക്ക് കുറച്ചും കൂടെ വളർച്ച കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല ആഹാരം വേണം. അപ്പം സാധാരണ കഴിക്കുന്ന ഒരു മെഷറിൽ വ്യത്യാസം വരുത്തണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഞാനിപ്പോൾ എന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 2 എന്താ പറയുന്നത് കൈ കൊണ്ട് വാരി കഴിക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അത്രയും കഴിക്കുന്നൊരു വ്യക്തിക്ക് അത്രയും വളർച്ചയേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നാ സജസ്റ്റ് ചെയ്യും? കൂടുതൽ ആഹാരം കഴിക്കണം അല്ലേ. കൂടുതൽ ആഹാരം കഴിക്കുന്നതിലൂടെ കൂടുതൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? ഒരു ദഹന പ്രക്രിയ ഉണ്ടാകുകയും ശരീരത്തിൽ അത് പുഷ്ടിയായി മാറും. അപ്പോൾ എന്തുകൊണ്ടാണ് പല വിഷയങ്ങൾക്കകത്തും നമ്മൾ വചനം പറഞ്ഞിട്ടും മറുപടികൾ കാണാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എനർജി നമുക്ക് ആവശ്യം. കേട്ടെ, നിങ്ങൾ വചനത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് നിങ്ങൾക്ക് വചനം എന്ന ആഹാരം നിങ്ങൾ ഭക്ഷിക്കണം. ഇത് ഭക്ഷിച്ച് നിങ്ങൾ ആ വാക്ക് കൊണ്ടോ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വചനമെല്ലാം ശ്രദ്ധിക്കണമേ. ഈ കർത്താവ് ഓരോ ഉപമ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ജനിച്ചൊരു കല്ലിനെ പോലെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കല്ലിൻ്റെ പ്രത്യേകത എന്തുവാ? ഒരു പാറയുടെ പ്രത്യേകത എന്തുവാ? അതിന് വളരാൻ കഴിയുമോ? പാറയ്ക്ക്
പാറയ്ക്ക് വളരുവാൻ കഴിയത്തില്ല അല്ലേ? പാറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ കല്ലുപോലെ പാറ പോലെ ഇരിക്കും. എത്ര കാറ്റടിച്ചാലും എത്ര മഴ പെയ്താലും എത്ര വളമിട്ട് കൊടുത്താലും അതിന് വളരുവാൻ കഴിയത്തില്ല. അതിങ്ങനെ എന്തു ചെയ്യും? അതിങ്ങനെ പാറയുടെ സ്വഭാവം കാണിക്കും. പക്ഷെ കർത്താവിൻ്റെ വചനം പറയുന്നു, ഒരുവൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചൊരു ശിശുവിനെ പോലെ. അപ്പോൾ ശിശുവിൻ്റെ പ്രത്യേകത എന്തുവാ? ശിശുവിനെ ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ ശിശുവാകത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു 10 വയസ്സുള്ള കുഞ്ഞായിട്ട് മാറും. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ് കണ്ടാലോ പിന്നെ അത് കൊച്ചല്ല. 10 വർഷം കഴിയുമ്പോഴേക്ക് 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനിലേക്ക് അത് മാറുന്നു. ഓ യേശുവേ, ഇതേപോലെ കൂടുതൽ എനർജി നിങ്ങൾക്ക് ആവശ്യമാണ്. യേശു പറഞ്ഞു കേട്ടില്ലേ, അന്ത്യകാലത്ത് പല സംഭവങ്ങളും കേട്ട് പലരും ഞെട്ടിയിരിക്കുകയാണ്. അയ്യോ, സാത്താൻ വരും, പല പ്രശ്നങ്ങളുണ്ടാകും, ലോകത്തിൽ എങ്ങനെ ഇരിക്കും, ആ ഗർഭിണികൾക്ക് മുല കുടിക്കുന്നവർക്കും അയ്യോ കട്ടപ്പം ഞങ്ങളുടെ കാര്യം അതോ ഗതിയാണ്, സാത്താൻ വന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, ലോകത്തിൽ അങ്ങനെ ഉണ്ടാകും, യുദ്ധം ഉണ്ടാകും, പ്രശ്നമുണ്ടാകും, നമ്മളെല്ലാവരും ഇപ്പോൾ കടക്കണിയിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളിപ്പോഴും ശിശുക്കളാണ്. നിങ്ങൾക്ക് മെച്യൂരിറ്റി വരുന്നില്ല. നിങ്ങൾ വളരുന്നതിൻ്റെ അടയാളം എന്നാണെന്നറിയാവോ? വളരുന്നവൻ അറിയാൻ പറ്റും, ഞാൻ കൂടുതൽ വചനം ഭക്ഷിക്കുമ്പോൾ കൂടുതൽ ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും, കൂടുതൽ എനിക്ക് വളർച്ച ഉണ്ടാകും, ദൈവരാജ്യത്തിൻ്റെ നന്മകൾ എൻ്റെ പെരക്കകത്ത് വരാൻ തുടങ്ങും. ആമേൻ. ഞാൻ ഇനി വിശ്വാസ ജീവിതം, പ്രത്യേകിച്ച് അന്ത്യകാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം. ആ വാക്യം ഞാനിന്ന് റെഫറൻസ് എടുത്തിട്ടില്ല. നമുക്കറിയാം, ഏലീഷ ഒരു വിധവയുടെ ഭവനത്തിൽ പോയി. ആ വിധവയുടെ ഭവനത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ വിധവയുടെ മകളെ എന്ത് സംഭവിച്ചു? അവിടെ തൻ്റെ എന്ത് പറയുന്നത്, കടക്കാരൻ വന്ന് 2 മക്കളെ പിടിച്ചുകൊണ്ട് പോയി. ഇതറിഞ്ഞ ഉടനെ ഇത് മനസ്സിലാക്കിയ അവിടുത്തെ വിധവ എന്ത് ചെയ്തു? തൻ്റെ പ്രവാചകനെടുക്കാൻ, തൻ്റെ ഭർത്താവ് ജോലി കൂടെ നിന്നിരുന്ന പ്രവാചകനിലേക്ക് ഓടിപ്പോയിട്ട് പറയുകയാണ്, എൻ്റെ കടക്കാർ വന്ന് എൻ്റെ 2 മക്കളെയും പിടിച്ചുകൊണ്ട് പോയി, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. 2 രാജാക്കന്മാർ 4-ാമത്തെ അധ്യായം അല്ലേ? ഇവിടെ നോക്കിക്കേ, 2 രാജാക്കന്മാർ പുസ്തകത്തിൽ പറയുന്നു. ഞാൻ ഇന്നാളത് ആ വാക്യം പറഞ്ഞായിരുന്നല്ലേ, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുന്ന സമയത്ത്, ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുന്ന സമയത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ അകത്ത് ഈ മനുഷ്യൻ തൻ്റെ ഇന്നാൾ പറഞ്ഞു, കടക്കിണിക്കകത്ത് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വഴി പോയിട്ട് എവിടുന്നേലുമൊക്കെ ഏതെങ്കിലും അമ്മാച്ചന്മാരോട് പറഞ്ഞ് ഇച്ചിരെങ്കിലും കാശ് മേടിച്ച് ഉള്ള കാശ് കടക്കാരൻ്റെ കൊടുത്ത് പോകണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? ആമേൻ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ ഭർത്താവ് പ്രവാചകിയുടെ ഭാര്യയിൽ ഒരുത്തൻ ഏലീശയുടെ നിലവിളിച്ചു, എൻ്റെ ദാസനായ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ കടക്കാരൻ വന്ന് നോക്കി, 2 രാജാക്കന്മാർ 4:1 പറയുന്ന കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചു അടിമയാക്കാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു പറഞ്ഞു. നോക്കിക്കേ, ഏലീശയോട് ഞാൻ പറയാം, ഏലീശ കുറച്ച് കാശ് കൊടുക്ക്. കാര്യം ആ സഹോദരി വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തട്ടെ? ഈ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, പല ആൾക്കാരും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ദരിദ്രന്മാരെ സഹായിക്കുക? നമ്മൾ ദരിദ്രന്മാരെ സഹായിക്കണം കേട്ടോ, സഹായിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ മൈൻഡ് ചെയ്യാത്തത്? ഇവിടെ പ്രവാചകന് വേണമെങ്കിൽ ഇഷ്ടംപോലെ പൈസ പ്രവാചകനിലുണ്ടല്ലോ, രാജാവിനോട്ട് ബന്ധമുള്ളയാളാണ്. അവിടെ വന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് ഞാൻ എന്തു ചെയ്ത് തരണം? നോക്കിക്കേ, എന്നിട്ട് പറയാണ്, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 2 ചോദ്യമാണ്. ഉത്തരം തിരിച്ചിങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഏലീശ അടുത്തൊരു ചോദ്യം ചോദിച്ചു. 1, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? 2ാമത് പറയുന്നു, നിൻ്റെ വീട്ടിൽ എന്നാ ഉള്ളത്? നോക്കിക്കേ, വിചിത്രമായ 2 ചോദ്യങ്ങളാണ്. 1, ഇവിടെ എൻ്റെ ഭർത്താവ് എൻ്റെ 2 മക്കളെയും കടക്കാരൻ വന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന് പറയുമ്പോഴേക്ക് എത്രയാണ് അവർക്ക് കൊടുക്കേണ്ടത് കാശ് എന്ന് ചോദിക്കേണ്ട സ്ഥാനത്ത് ഏലീശ ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ എന്നാണ് ചെയ്തു തരേണ്ടത്? ആ മറുപടി ചിലപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഇച്ചിരി കാശ് വേണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഏലീശയുടെ മറുപടി, നിൻ്റെ വീട്ടിൽ എന്നാ ഉണ്ട്? കണ്ടോ? എന്നിട്ട് പറയുന്നു, 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ ഭവനത്തിൽ മറ്റൊന്നുമില്ല. നീ ചെന്ന് നിൻ്റെ അയൽവകക്കാരോടൊക്കെയും വെറും പാത്രങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. നോക്കിക്കേ, വെറും പാത്രത്തെ വാങ്ങിച്ചുകൊണ്ട് വരിക, പാത്രങ്ങൾക്ക് കുറവുണ്ടാകരുത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രത്തിലൊക്കെയും പകർന്ന് നിറഞ്ഞതും ഒരേ ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇവിടെ 2 കാര്യമാണ് പ്രവാചകൻ പറയുന്നത്. അവിടെ ആ മകൾക്ക് കടത്തിൻ്റെ അകത്ത് മുങ്ങി കടക്കാർ തന്നെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ, ഇവിടെ ഇപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്താൽ വചനമെല്ലാം കേട്ടൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? നമ്മൾ സാധാരണ വിഷമിച്ചിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷമിച്ചിരിക്കാൻ പറ്റുമെന്നറിയാവോ?
വിഷമിച്ചിരിക്കുന്നത് വിഷമം വന്നുകൊണ്ടല്ലേ? ഇതിനേക്കാൾ നല്ലൊരു ഉത്തരം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനുദിന ജീവിതത്തിൽ കേൾക്കുന്ന വചനത്തെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിക്കണം. ഇവിടെ നോക്കിക്കേ, ഏലീശ പറയുന്നു കുറച്ച് എണ്ണയും കൊണ്ടുപോവാ, ആ ഭരണിയിൽ എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അടുത്ത് വീട്ടിൽ പോയി പാത്രം, നമുക്കറിയാമല്ലേ പല തവണ ഈ വചനം നമ്മൾ ധ്യാനിച്ചിട്ടുള്ളത് അല്ലേ. അയൽപക്കത്ത് പോയിട്ട് പാത്രമെല്ലാം മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. എൻ്റെ മക്കൾ അകത്ത് കയറി വാതിലടച്ചു, പാത്രത്തിലൊക്കെയും പകർന്നു, നിറഞ്ഞത് എല്ലാ ഭാഗത്തോട്ട് മാറ്റിവെച്ചു. അവൾ തന്നെ വീട്ടിൽ ചെന്ന് എൻ്റെ മക്കളോട് അകത്ത് കടന്ന് വാതിലടച്ചു തൻ്റെ അവളുടെ പാത്രത്തിലൊക്കെയും വെച്ചു കൊടുക്കുകയും അവർ പകരുകയും ചെയ്തു. പാത്രം നിറഞ്ഞ ശേഷം അവർ തൻ്റെ മക്കളോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവളോട് പാത്രം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ എണ്ണ എവിടുന്ന് വന്നു? നമ്മൾ പണ്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ, ഈ എണ്ണ എവിടുന്നാണ് വന്നത്? ദൈവത്തിൽ നിന്ന്. എന്നാ തെളിവ്? എന്താണ് തെളിവ്? ദൈവത്തിൽ നിന്നാണ് എണ്ണ വന്ന തെളിവ് എന്നാ ഉള്ളത്? ദൈവത്തിൽ നിന്നാണ്. അവിടെ ഒരാൾ മാത്രം ഉത്തരം പറഞ്ഞുള്ളൂ, കറക്റ്റ് ഉത്തരം പറഞ്ഞു. കാര്യം അവിടെ ഒരു ഭരണി എണ്ണയേ ഉള്ളൂ. നമുക്കറിയാം വീട്ടിലെ എണ്ണ, നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ ഇട്ടേക്കുന്ന, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പയറൊക്കെ നമ്മൾ നടുമ്പോൾ ഒരു വിത്ത് കൊണ്ട് ഇട്ട് കഴിയുമ്പോഴേക്കും കുറേ കാലം കഴിയുമ്പോഴേക്കും ആ വിത്ത് ഇങ്ങനെ പടന്ന് പന്തലിച്ച് വലിയ എന്താ പറയുന്നത് പന്തലായിട്ട് മാറും അല്ലേ. ഒരു എന്താ പറയുന്നത്, ഒരു വലിയ പയറിൻ്റെ വലിയൊരു വള്ളിപ്പയറൊക്കെ ആയിട്ട് അതങ്ങ് മാറും അല്ലേ. പക്ഷേ എണ്ണ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇന്നേ വരെ ഒരു എണ്ണപ്പാത്രം പടന്ന് പന്തലിച്ചിട്ടില്ല. എണ്ണപ്പാത്രത്തിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങുന്നതാണ്, അത് എടുക്കും തോറും കുറയുന്നതാണ്. പക്ഷേ ഏലീശ ആ വീട്ടിൽ പോയിട്ട് എണ്ണ പകരാൻ പറഞ്ഞ നിമിഷം മുതൽ അവിടുത്തെ എണ്ണ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഒരു ഭരണി എണ്ണയ്ക്കകത്ത് സ്വർഗത്തിലെ നന്മ ഇറങ്ങാൻ തുടങ്ങി. ആമേൻ. അപ്പോൾ സ്വർഗത്തിലെ നന്മ ഇറക്കാൻ പഠിച്ചാൽ, സ്വർഗത്തിലെ നന്മ ഇറക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ആ വീട്ടിലെ കടക്കാരന് കടം വീട്ടാനുള്ള കാശ്, അവിടെ നിങ്ങൾ ആ വാക്യം നോക്കിക്കേ, ഈ ഒരു വാക്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവേ. സമയം എത്രയാണെന്ന് നോക്കട്ടെ. ആമേൻ. നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ വീട്ടുടമയുടെ അകത്ത് വന്ന് വാലടച്ച് പാത്രം നിറച്ച ശേഷം മകന് പാത്രം ഇല്ലാന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഇനി എണ്ണ നിന്നുപോയി. അവർ ചെന്ന് ദൈവദൂഷണോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം തീർക്കും. എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിച്ചത് നീ നിൻ്റെ മക്കളും ഉപജീവനം കഴിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഈ എണ്ണ എവിടുന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന്. മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മ്യൂട്ട് ചെയ്ത്. അങ്ങനെ എണ്ണ സ്വർഗത്തിൽ നിന്ന് വന്നെങ്കിൽ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കടക്കാരൻ്റെ കടം, എണ്ണ വിറ്റ് പൈസ കിട്ടിയല്ലോ. അപ്പം ഈ പൈസ എണ്ണ വിറ്റ് ഈ വചനം പറഞ്ഞ് എണ്ണ വിറ്റ് കടം വീട്ടിയ ശേഷം, അപ്പം വീട്ടിയ ശേഷം നീയും നിൻ്റെ മക്കളും ബാക്കി മിച്ചവും വന്നു. അപ്പോൾ ഒരു ചോദ്യം, ഈ സഹോദരിക്ക് കടം വീട്ടാനുള്ള കാശും ഈ നന്മയും എവിടുന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന്. കണ്ടോ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് നന്മ വരുവോ? സ്വർഗത്തിൽ നിന്ന് നന്മ വരൂ. കണ്ടോ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് എണ്ണ വരുമെങ്കിൽ, ശ്രദ്ധിച്ച്, സ്വർഗത്തിൽ നിന്ന് എണ്ണ വരുമെങ്കിൽ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓർത്തോണേ. ആ എണ്ണ ഒരു പാത്രത്തിൽ സാധാരണഗതിയിൽ വരണമെങ്കിൽ എന്തോരം പ്രോസസ്സിങ് അല്ലേ. നമ്മൾ കൊപ്രയാണെങ്കിൽ കൊപ്ര ആട്ടി അത് കൊണ്ടുവന്ന് എന്തെല്ലാം പ്രോസസ്സ് മില്ലിൽ കൊടുത്ത്, ഇനി ഏതെണ്ണ ആയിക്കോട്ടെ, സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ, ഒലിവ് ഓയിൽ ആയിക്കോട്ടെ, ഇതൊന്നും പെട്ടെന്ന് കിട്ടുന്നതല്ല, ഒരു പ്രോസസ്സ് നടക്കണം. ഏലീശ ആ ഒരു വിധവയായ സ്ത്രീയുടെ വീട്ടിൽ പോരുന്നുകൊണ്ട് കൊപ്രയെല്ലാം ആട്ടി ചക്കിലിട്ടാട്ടി എണ്ണ ഉണ്ടാക്കിയിട്ടാണോ അവിടെ കൊടുത്തത്? ആണോ അല്ലയോ? അങ്ങനെയാണോ ഏലീശ ചെയ്തത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? കഠിനാധ്വാനത്താൽ ഒന്നും ശേഷിപ്പിക്കുന്നില്ല, ഒന്നും കൂട്ടുന്നില്ല എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? എവിടുന്ന് വരും ഈ നന്മ? പഠിക്കണം. യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന 127 സങ്കീർത്തനത്തിൻ്റെ 2 ആ വാക്കിയെടുക്കുക, 127 നോക്കിയേ. അപ്പോൾ ഇവിടെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പലപ്പോഴും, ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ നമുക്ക് അന്ത്യകാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ വിശ്വാസത്താൽ ജീവിക്കാൻ പഠിക്കണം. അല്ലാതെ വെളിപ്പാട് പുസ്തകം കേൾക്കുമ്പം പേടിച്ച് വിറച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പഠിക്കണം, വിശ്വാസി വളരണം. ഇവിടെ ഏലീശയൊക്കെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെങ്കിൽ അവർക്കൊരു കൂസലും കാണത്തില്ല. നമ്മൾ പോയിട്ട് പറയാം, സഹോദര 666 ഇപ്പോൾ വരും, എങ്ങനെ അരി മേടിക്കും? നോക്കിക്കേ, സങ്കീർത്തനത്തിലെ വാക്യം കൊണ്ടോ, നിങ്ങൾ ആദ്യകാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിക്കുന്നതും കഠിന പ്രയത്നം ചെയ്തു ഉപജീവനം കഴിക്കുന്നത് വ്യർത്ഥമത്രേ. കഠിന പ്രയത്നം നോക്കിക്കേ, അധ്വാനമല്ല, കഠിന പ്രയത്നം എത്രത്തെ. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഈ ഉറക്കത്തിൽ കൊടുക്കുക അർത്ഥം എന്നറിയാവോ? തമ്പുരാൻ നിങ്ങൾക്ക് സൗജന്യമായി തരും.
ആമേൻ. അപ്പം പലപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കേണ്ടത്. ഇങ്ങനെ സ്വർഗത്തിൽ നന്മകൾ വരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനങ്ങളെ നോക്കിക്കേ, ഭൂമിയിൽ നിന്ന് ജനിക്കുന്ന വചനങ്ങളെ നിങ്ങൾ ഭക്ഷിക്കണം. ഈ വചനമാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് നന്മകളെ കൊണ്ടുവരുന്നത്. ഞാൻ മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, എടുക്കുന്നില്ല വാക്യം. ഈ സുനേനക്കാരത്തിയുടെ മകൾ മരിക്കുന്ന സമയത്ത് ഒരു വാക്യമുണ്ട്, യഹോവയുടെ വചനം നിന്റെ സറാഫാത്തിലെ വിധവ പറഞ്ഞത് യഹോവയുടെ വചനം നിന്റെ നാവിന്മേലുണ്ടെന്നാണ് പറയുന്നത്. എലീശോട് പറയുകയാണ്, യഹോവയുടെ വചനം നിന്റെ നാവിന്മേൽ ഉണ്ട്. ഇപ്പം പ്രവാചകൻ്റെ നാവിന്മേൽ യഹോവയുടെ വചനമുണ്ട് എന്ന് അവിടുത്തെ നാട്ടുകാർക്ക് വരെ അറിയാം. ആ വചനത്തിൻ്റെ ശക്തിയാണ് അവിടെ സ്വർഗത്തിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നത്. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയരെ, നിങ്ങൾ ഈ ഭൂമിയിലെ വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ നോക്കിക്കേ, ലൂക്കോസിൻ്റെ സുവിശേഷം 21 ആ വാക്യത്തിലേക്ക് ഞാനൊന്ന് മടങ്ങിപ്പോവാണ്. ഇവിടെ പറയുന്നു, ഹൃദയത്തിൽ അതിഭാഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിരിക്കുന്നവരെ. ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുക നമ്മൾ പലപ്പോഴും. നിങ്ങൾക്ക് കെണിയുണ്ടാകുമെന്നാണ് പറയുന്നത്. കെണിയുണ്ടാകും. ഇത് ഉപയോഗിക്കാൻ പഠിക്കാത്തവർക്ക് കെണിയുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് ദൈവപ്രവൃത്തി തുടങ്ങുന്നത് എന്ന് അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചു. ഈ കഴിക്കുന്ന, നമുക്ക് ഉദാഹരണം പറയാം, വിശന്ന് വയറ് നിറഞ്ഞിരിക്കുക, ഭയങ്കര വിശന്ന് വയറ് നിറഞ്ഞിരിക്കുക. അതായത് നിങ്ങളൊരു 2 ദിവസമായിട്ട് നല്ലപോലെ ആഹാരം കഴിച്ചില്ല, രാവിലെ 10 മണി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, 7 മണിയായപ്പം നിങ്ങൾക്ക് എന്തൊക്കെയോ കഴിക്കാൻ കിട്ടി, ഭയങ്കര വിശമാണ്. നിങ്ങൾക്ക് ആഹാരം കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വയറ് നിറഞ്ഞില്ല, പക്ഷേ എന്തൊക്കെയോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ തുടങ്ങി അല്ലേ? വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത്രേ നേരം ഉണ്ടായിരുന്ന കഠിന വിശപ്പിൽ നിന്നും നമ്മുടെ വയറിനൊരു ആശ്വാസം കിട്ടി അല്ലേ? നമ്മൾ പറയത്തില്ലേ, പരവേശം കുറഞ്ഞു. പയ്യെ നിങ്ങൾക്ക് ആ സ്പീഡ് കുറയാൻ തുടങ്ങി കഴിക്കുന്നതിൻ്റെ അല്ലേ? അപ്പോൾ ഒരു വ്യക്തി വചനം പറയുമ്പോൾ ഈ വാക്കുകൊണ്ട് ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുന്നു. നാളെക്കുറിച്ചുള്ള ഭാരങ്ങൾ നിങ്ങളിന്ന് എപ്പോൾ കുറയുന്നു വചനം പറയുമ്പോൾ, ആ നിമിഷം മുതൽ ഉറപ്പിച്ചു വചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇല്ല ബ്രദറെ, ഇപ്പോഴും ടെൻഷൻ. അങ്ങനെയെങ്കിൽ തുടങ്ങിക്കോ, വചനം പറയാൻ തുടങ്ങിക്കോ. ആ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന നിമിഷം മുതൽ നാളെപ്പറ്റിയോ, കൊച്ചിൻ്റെ കാര്യം ബ്രദർ എനിക്ക് ഓർത്തിട്ട് ഇപ്പോൾ ചങ്ക് പൊട്ടും. അങ്ങനെയെങ്കിൽ വചനം അകത്തോട്ട് പ്രവേശിക്കണം. കുറച്ചും കൂടെ വചനം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ദഹിക്കുന്നില്ല ബ്രദറെ. ഇപ്പം നേരത്തെ എനിക്ക് കൊച്ചിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം ആ സഹോദരി ആ സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലേ, UK പോകുന്ന മോനെപ്പറ്റി പറഞ്ഞല്ലേ, അവർ വലിയ ടെൻഷൻ അടിച്ച് ഭാരപ്പെട്ടിരിക്കുക. ആരടുത്ത് പോയിട്ട് നന്മ ചോദിക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രവചനത്തിലൂടെ വെളിപ്പെട്ടത്. വീടിൻ്റെ മുമ്പിൽ ആ ഒരു തുണിക്കടയുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ യഹോവ വഴി തുറക്കുമെന്ന് പറയുന്നു. എത്ര പേരാ സാക്ഷ്യം കേട്ട? ആ സഹോദരി പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ഞാനത് അതിലേക്കൊന്ന് വരാം. ഞാൻ കേട്ടിരുന്നു. ആമേൻ. അപ്പൊ നോക്കിക്കേ, ആ സഹോദരി പറഞ്ഞു, അപ്പൊ തന്നെ ഭാരം വിട്ടുപോയി. അപ്പൊ നമ്മൾ വചനം നമ്മുടെ നാവിലെടുക്കാതെ, ദൈവവചനം നമ്മുടെ നാവിലെടുക്കാതെ നമ്മുടെ ഭാരങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ബ്രദറെ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ആഹാരം നല്ലപോലെ കഴിക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ടയേർഡ്നെസ് ഉണ്ടാവും അല്ലേ? ഇതേപോലെ ഈ വചനം ഭക്ഷിക്കുമ്പോൾ ദൈവവചനം കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു പരവേശം വരും. ഞാൻ ചോദിച്ചോട്ടെ, സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കും ആർക്കെങ്കിലും ഒരു പരവേശം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും എങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ വയറ് നന്നായിട്ട് കത്തുന്നവരാ കേട്ടോ. നിങ്ങൾ വചനം ഭക്ഷിച്ചോടെ രുചി പിടിച്ചു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഈ വചനം ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോണേ. അപ്പൊ വചനം എങ്ങനെ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു കേട്ടോണേ. നിങ്ങൾക്ക് ഈ ഭാരം ഈ അന്ത്യകാലഘട്ടത്തിൽ സൂക്ഷിക്കണം. ഈ എപ്പോഴും ബ്രദർ ഒന്നും ഉണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാ ദിവസവും സൂം മീറ്റിങ്ങുമായിട്ടൊന്നും ബ്രദർ ഇരിക്കത്തൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ ബ്രദറിനെ കിട്ടാത്ത സമയങ്ങൾ വരും. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, കുറേ കഴിയുമ്പോൾ ബ്രദർ അങ്ങ് ബിസിയാവും.
കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, 2018 19 17 എനിക്ക് തോന്നുന്നത്, നമ്മുടെ പ്രാർത്ഥനയെ കോട്ടയത്ത് ഞലക്കുഴിയിൽ സൈച്ചായൻ്റെ ഒക്കെ ഭവനത്തിൽ വെച്ച് ഞാൻ പറഞ്ഞു, അവസാനം നിങ്ങൾക്ക്, ഞാൻ ഇതൊന്നും വരുന്ന ഓർത്തുണ്ടല്ലോ കേട്ടോ, ഈ ഇങ്ങോട്ട് വരുമെന്നോ കോവിഡ് വരുമെന്നോ ഓർത്ത് പറഞ്ഞതല്ല, മനസ്സിൽ അങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു, കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രദറിനെ കിട്ടാത്തൊരു സമയം വരുമെന്ന് പറഞ്ഞു. അവരോർത്ത് ബ്രദർ എല്ലാ ദിവസവും ഇങ്ങനെ ആഴ്ചയിലും കൂടെ വരുമല്ലേ, അപ്പോൾ ബ്രദർ ഇല്ലേലും അത് എവിടെ പോകാനാണ്, ബ്രദർ കൂടി പോയി കഴിഞ്ഞാൽ കറങ്ങി തിരിച്ചിങ്ങോട്ട് തന്നെ വരുമെന്നായിരിക്കും അവർ ഓർത്തുകൊണ്ടിരുന്നത്. ചുമ്മാതാണ് അവർ ചിന്തിച്ച്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഞാനും അങ്ങനെ എൻ്റെ വായി വന്ന് അങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തൊരു സമയം വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് കോവിഡ് വന്നു, മറ്റു കാര്യങ്ങൾ വന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പം അവിടെ അവരാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം വീണ്ടും ഒരുമിച്ചൊന്ന് കൂടാൻ വേണ്ടി. ആമേൻ. ശ്രദ്ധിച്ച്. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ എപ്പോഴും ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കരുതേ. നിങ്ങൾ ശക്തിപ്പെട്ടോണം. വചനം കഴിക്കുമ്പം എല്ലാ ദിവസവും നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വചനം പറയുമ്പോൾ ആ പറയുന്ന വചനം നോക്കിക്കേ, ആ ഈ വാക്ക് നോക്കിക്കേ, ഈ ഉപജീവന ചിന്തകളിൽ ഭാരം നോക്കിക്കേ, ഈ ഭാരം എപ്പോഴാണോ നിങ്ങളിൽ നിന്ന് കുറയുന്നത് അപ്പോഴാണ് വചനം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ഭാരം കുറയുന്നില്ല ബ്രദറെ, ഭാരം കുറയുന്നില്ലെങ്കിൽ ഇനിയും ഭക്ഷണം കഴിക്കും. വയറ് കത്തുമ്പോഴാണ് നമ്മൾ ആഹാരം കൂടുതൽ കഴിക്കുന്നത്, അല്ലേ നിങ്ങളൊരു ഫോർമാലിറ്റി, ബ്രദർ എനിക്കൊന്നും വേണ്ട, ഒരു ചായ മാത്രം മതി, ഇപ്പം അത്ര വിശപ്പില്ല. നല്ലപോലെ വിശന്നാ പറയും, ബ്രദറെ ചായ ഒന്നും പോരാ കേട്ടോ, ഇത് ചായ നിൽക്കത്തൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മുടെ എറണാകുളത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രാവിലെ നമ്മളൊരു 10 മണിക്ക് 10:30 തുടങ്ങിയിട്ട് ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചത് എനിക്ക് തോന്നുന്നത് രാത്രിയിൽ 7:30 8 മണിക്ക് വേണ്ട. എനിക്ക് നല്ലപോലെ വയറങ്ങോട്ട് കത്തുമായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ, നിങ്ങളെല്ലാവരും 7 മണി 8 പോയി, അപ്പോൾ അതുവരെ ഞാൻ ഒറ്റ നിപ്പയിലായിരുന്നു. 7 മണി 7:30 ആയപ്പോഴേക്കും ഞാൻ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ടോംസ് സാറേ വേഗത്തിൽ എവിടെയാണോ ആഹാരം കിട്ടുന്നത് വേഗത്തിൽ ഏതെങ്കിലും കടയിൽ കൊണ്ട് നിർത്തിക്കൂ. കാരണം എനിക്കൊരു ചായ പോരാ ആ സമയത്ത് നമുക്ക് നല്ല വിശപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഭാരം വരുന്നുണ്ടെങ്കിൽ കൂടുതൽ വചനം ഭക്ഷിക്കണം. ഈ വചനം നിങ്ങളിൽ രൂപമാറ്റമായി മാറും. അതാണ് അത്ഭുതങ്ങൾ. നോക്കിക്കേ, ഏലീശ അവിടെ ഇരുന്നുകൊണ്ട് ഒരു എണ്ണ എടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തപ്പം ആ കുടുംബത്തിലെ കടഭാരത്തിൻ്റെ കെട്ടുപൊട്ടി. നോക്കിക്കേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത്, ഇമാജിൻ ചെയ്തേ, ആ എണ്ണ ഇപ്പം നമുക്ക് തന്നെ അറിയാം, വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്നാ വിലയല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വില കൊടുത്ത് മേടിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് എന്നാ വിലയാണ്. അവിടെ ഈ സഹോദരിയുടെ വീട്ടിൽ ചെന്നാൽ പിന്നെ എണ്ണ ഇഷ്ടം പോലെ ചുമ്മാ കൊടുക്കുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. സഹോദരി ഈ എണ്ണ എവിടെ നിന്നാണ് മേടിച്ചത്? സ്വർഗത്തിൽ നിന്നാണ്. കണ്ടോ, സ്വർഗത്തിൽ നിന്നോ? അതെവിടെ നിന്നാണ് സ്വർഗത്തിൽ നിന്ന് എണ്ണ വരുന്നത്? സ്വർഗത്തിൽ നിന്ന് എണ്ണയൊക്കെ വരും. അതുകൊണ്ടൊന്ന് കടയിൽ വിറ്റപ്പോൾ കടക്കാരൻ പറഞ്ഞു, നല്ല സൂപ്പർ എണ്ണയാണ് കണ്ടോ. അതിനുവേണ്ടി ആവശ്യക്കാർ കൂടുതൽ, അത് മൊത്തം വിറ്റിട്ട് ആ കടവും തീർത്തു, അവർ സന്തോഷം ജീവിക്കും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നന്മ വരും പ്രിയരെ. പക്ഷെ വചനത്തെ ഭൂമിയിൽ ഉപയോഗിക്കണം, അപ്പോൾ നന്മ വരും. അപ്പോൾ വചനം അത്ഭുതമായി മാറണമെങ്കിൽ ഭാരങ്ങളിൽ നിന്ന് പുറത്തു വരണം. ഭാരം നിങ്ങളുടെ അകത്ത്, വചനം പറയുന്നത് ഉപജീവന ചിന്ത വരുമ്പോഴേ ഭാരം, ഭാവിയെ ഓർത്തുള്ള ഭാരം വരുമ്പോഴാണ്. ആ കൊച്ചിൻ്റെ വിഷയത്തിൽ നോക്കിയിട്ട് വചനം അങ്ങോട്ട് പറ, യഹോവ എന്നാ വചനം, കൊച്ചുങ്ങളെ പറ്റിയുള്ള വചനം എന്തുവാ? ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും, എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ബ്രദറെ എനിക്കത് പറയാൻ പറ്റുന്നില്ല ബ്രദറെ. ഒരു കാര്യം, ഒറ്റ തവണ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ലൂപ്പ് ഓണാക്കി വെക്ക്, അതിനെ റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കട്ടെ വീടിൻ്റെ അകത്തോട്ട്. നിങ്ങൾ പറയണ്ട, കേട്ടാൽ മതി. കുറേ കേൾക്കുമ്പോൾ തിരിച്ചു പറയാൻ തുടങ്ങും. ഒന്ന് പറഞ്ഞ് ഈ ഭാരം എപ്പം നിൽക്കുന്നു അപ്പോഴേ വചനം സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ. ആശ്വാസം വരുമ്പോൾ നിർത്തരുത്, അത്ഭുതം നടക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഭാരം ദൈവത്തിന്. അപ്പം അന്ത്യകാലത്ത് സകല പ്രതികൂലങ്ങളും വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണേ, ഇവിടെ ജയിക്കണമെങ്കിൽ വചനത്തെ ഉപയോഗിക്കാൻ. വചനം കേട്ടതുകൊണ്ടോ കൈയടിച്ചതുകൊണ്ടോ പ്രൈസലോട് പറഞ്ഞതുകൊണ്ടോ ഒന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ല. വചനം ആരാണോ ഉപയോഗിക്കുന്നത്, ഇത് വിശ്വാസിയുടെ കർത്താവ് ഇത് പറയുന്നത്, വിശ്വാസിയോടെ പറയുന്നത്. അതിഭാഷണത്താലും മദ്യപാനത്താലും ഉപജീവനമാർഗത്താലും ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആ ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കണം. വിശ്വാസിയൊക്കെ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്മാറിപ്പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചിടണം, വചനത്താൽ പിടിച്ചു നിൽക്കാൻ പഠിക്കണം. വചനം പറയണം. ഭാരം എപ്പോൾ നിൽക്കുന്നു അപ്പോൾ നിങ്ങളുടെ അകത്ത് വചനം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും ഈ സമയത്ത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോണേ. അനാവശ്യമായിട്ട്, എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് നിങ്ങൾ സൗണ്ട്
മ്യൂട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് സൂം അനേക ആൾക്കാർ വില കൊടുത്തും അവരുടെ സമയം മെനക്കെട്ടും ഒക്കെയാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരെയും കൂടെ മാനിക്കണം. പ്രത്യേകിച്ച് അവരും കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ഒരാലോചന ഇടപെടുമ്പോൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ മാത്രം. ഞാൻ പറഞ്ഞല്ലോ ബ്രദറെ, ഒരു കാര്യം ഞാനുമായിട്ട് ബന്ധപ്പെട്ടത്, മറ്റേ കാര്യം എനിക്ക് അറിയത്തില്ല എന്ന് നിങ്ങൾ പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ബ്രദറിനെ പ്രവചനം കറക്റ്റാക്കാൻ ശ്രമിക്കണ്ട. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഒരു പ്രവചനം നിങ്ങൾ വിജയിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങളതിനെ സ്വീകരിച്ചാൽ മതിയേ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുമായിട്ട് ബന്ധം, അതുപോലെ രോഗസൗഖ്യം അങ്ങനെ തന്നെ, പൂർണ്ണ സൗഖ്യം നിങ്ങൾക്ക് ശരീരത്തിൽ അനുഭവിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയെന്ന് പറയുക. നമുക്ക് ഒരിക്കലും ഒപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുവെന്നും ദൈവം എന്നോട് സംസാരിക്കുന്നുവെന്നും ഞാൻ നിങ്ങളോട് അത് ആലോചനയായി കൈമാറുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഭാരമില്ല, ടെൻഷനില്ല. നിങ്ങൾ എങ്ങനെയും അത് എന്താ പറയുന്നത്, പ്രവചനത്തെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുമായിട്ട് 100% ബന്ധമുണ്ടെങ്കിൽ അത് സ്വീകരിച്ചോ കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ അനാവശ്യമായിട്ടും ഞാനിപ്പോൾ എല്ലാവരെയും ഇപ്പം അൺമ്യൂട്ട് ചെയ്തിട്ടിരിക്കുവാണ്. അനാവശ്യമായിട്ട് മ്യൂട്ടും പ്രത്യേകിച്ച് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. കോ ഹോസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോണേ. നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ മ്യൂട്ട് പറയാൻ വേണ്ടി വരുന്നവരെ കൂടെ നിങ്ങൾ മ്യൂട്ട് ആക്കരുത്. കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് പറഞ്ഞു, ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്നെ മ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അനാവശ്യമായിട്ട് വർത്തമാനം പറയുന്നവരെ മാത്രം മ്യൂട്ട് ചെയ്താൽ മതിയേ, പ്രശ്നക്കാരെ മാത്രം. ആമേൻ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. നന്ദി പരിശുദ്ധ. സൂമിൽ ലൈവിൽ യൂട്യൂബിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ നിങ്ങൾക്ക് ലിങ്ക് കാണും. അതിലൂടെ ഇതിലേക്ക് പ്രവേശിക്കാം. ആലോചന നിങ്ങളോട് ഇടപെടുന്നുവെങ്കിൽ കർത്താവ് സഹായം. നമ്മൾ ഈ സൂം മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ 3-4 പ്ലാറ്റ്ഫോമിൽ ഒരേപോലെ, 5 പ്ലാറ്റ്ഫോമിൽ ഒരേപോലെ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിലും ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവാത്മാവ് ഇത്രയും പേരെ കണക്ട് ചെയ്തിട്ടാണ് ഇടപെടുന്നത്. പ്രാർത്ഥിച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ചാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ നന്മ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തുറക്കുന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച്. ഞാൻ അതിന് മുമ്പായിട്ടൊരു സാക്ഷി ഒന്ന് കേൾപ്പിച്ചിട്ടുണ്ട്. ഒരാലോചന ഒന്ന് പറഞ്ഞിട്ടൊരു സാക്ഷ്യം കേൾപ്പിക്കാവേ. എന്നിട്ട് നമുക്ക് അതിലേക്കൊന്ന് പ്രവേശിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഏപ്രിൽ മാസം 1-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. 2 തലമുറകളുള്ള ഒരു വ്യക്തിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഏപ്രിൽ മാസം 1-ാം തീയതി ജനിച്ച വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് സൂമിലുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി അതിനെ സ്വീകരിച്ചോ. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ സ്വസ്ഥതയെ കർത്താവ് നൽകാൻ വേണ്ടി പോകുന്നു. ദൈവിക സമാധാനത്തെ സ്വർഗത്തിലെ ദൈവം നൽകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏപ്രിൽ മാസം 1-ാം തീയതി ജനിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ പരിശുദ്ധാത്മ പ്രവർത്തികൾ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഞാനിപ്പോൾ ഒരു സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കാവേ. കേൾക്കാൻ പറ്റുമ്പോൾ ഒന്ന് പറയണേ. സാക്ഷ്യം പറയാനുണ്ട്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് 26-ാം തീയതി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ ഫോണിലാണ് കേൾപ്പിക്കുന്നത്. ഏകദേശം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്ത്. സിസ്റ്റർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് 26-ാം തീയതി ഞാൻ 18 വർഷമായിട്ട് എൻ്റെ ശരീരത്തിൽ മുഴുവൻ അലർജി കാരണം മാന്തം കടിയായിട്ട് വരഞ്ഞ കണ്ടിക്കവും കൈയൊക്കെ കുഷ്ഠരോട് കൈ പോലെ ഇരിക്കുകയത്. ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ട് എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. ആ 7 മണി സമയത്തുള്ള പ്രാർത്ഥന ഭാഷാവർത്തി സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര കടി എൻ്റെ കൈക്ക് അത് കടിച്ച് മുറിച്ചെന്ന് പറഞ്ഞാൽ അതുപോലെ മാന്തി കടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓവർഫ്ലോ, പരിശുദ്ധാന്റെ ഓവർഫ്ലോ വരുമെന്ന് ബ്രദർ പറയുകയല്ല. ആ സമയത്ത് തന്നെ അത് മുഴുവനുമായിട്ട് മാറി. 4 ദിവസമായിട്ട് ഒരു കടിയില്ല, ഒന്നുമില്ല എൻ്റെ ശരീരത്തിൽ. സാക്ഷി പറയാൻ എനിക്കിത് പറയാൻ അറിയാമല്ല. ഇത് മ്യൂട്ടി മാറ്റാനൊന്നും, അത് കാരണമാണ് സിസ്റ്റർ വിളിച്ച് പറഞ്ഞത്. അത് ദേവദാസിനോട് പറയാൻ പറയണം. അത് എൻ്റെ പേര് ചിന്നമ്മ എന്നാണ്. ഞാൻ മൂവാറ്റയിൽ നിന്നാണ് വിളിക്കുന്നത്. ഒത്തിരി ആശുപത്രിയുടെ കയറി ഇറങ്ങി ഞാൻ ആകെ വിഷമിച്ചായിരുന്നു. എൻ്റെ സ്ഥലം വിറ്റതും എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞ് അന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അലർജി രോഗത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു.
പക്ഷെ ആ സമയത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. അപ്പൊ ഈ സാക്ഷ്യമായിട്ട് ഞാൻ പറയാണ്, ദേവദാസനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും സഭ അങ്ങനെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ ആ സാക്ഷ്യം കേട്ടത് ഞാൻ വിശ്വസിക്കും. ഇത്ര പേര് കേട്ടു. 18 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി രോഗം, അത് നിമിത്തം ആ സ്ഥലം വരെ കൊടുക്കേണ്ടി വന്നു. അങ്ങനത്തെ വലിയ പ്രതിസന്ധിയിലാണ് അവരായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 18 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി രോഗം, ചൊറിഞ്ഞ് തടിച്ച് ശരീരം മുഴുവൻ എപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥനയിൽ, അതായത് 7 മണിക്ക് ഇന്ത്യൻ സമയത്ത് നമ്മൾ തുടങ്ങുന്ന 7 മണിക്കത്തെ പ്രാർത്ഥനയിൽ ആ സഹോദരി അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഓവർഫ്ലോ ഉണ്ടാകുമെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ശരീരത്തിൻ്റെ മേലേക്ക് എന്തോ വലിച്ചിറക്കുന്നത് പോലെ ദൈവശക്തി വ്യാപരിച്ചു. പിന്നെ ഇന്ന് വരെ 18 വർഷമായിട്ടുണ്ടായിരുന്ന ആ അസ്വസ്ഥത ഇപ്പോൾ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കർത്താവിൻ്റെ ശക്തി എത്ര വലുത്. ഒറ്റ നിമിഷം കൊണ്ട് 18 വർഷമായി ഉണ്ടായിരുന്ന രോഗത്തെ കർത്താവ് എടുത്തു മാറ്റി. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ചില്ലറക്കാരാണോ നിങ്ങൾ ഈ ദിവസങ്ങളിലൊന്ന് ശക്തിപ്പെട്ടേ. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ പല ആൾക്കാരും ഇന്ന് കളിയാക്കാനും സംശയിക്കാനും ഒക്കെ ചോദിച്ചു വരുമ്പോൾ നമ്മുടെ ഇടയിൽ കർത്താവ് ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എതിർക്കാൻ കഴിയാത്ത രീതിയിൽ കർത്താവ് പ്രവർത്തിക്കുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ ഷോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് സംസാരിക്കുന്നു. ഷോണുമായിട്ട് ബന്ധപ്പെട്ടത് ആരാന്ന് വെച്ചാൽ വേഗത്തിൽ ഒന്ന് കണക്റ്റഡ് ആകാവോ. ഷോണുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി എന്റെ ബ്രദറിന്റെ മകനാ. ഷോൺ സിസ്റ്ററുടെ ബ്രദറിൻ്റെ മോനാ. അതെ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇന്ന് ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ജോൺസനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ജോൺസൺ എന്റെ ബ്രദറാ. ഈ ബ്രദറിന്റെ മോനാണോ ഷോൺ? അതെ അതെ. യേശുവേ, ഈ കാര്യം വല്ല ദിവസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല പാസ്റ്റർ. എൻ്റെ ദൈവം, യേശുവിൻ്റെ നാമത്തെ കർത്താവ് രണ്ടുപേരും തൊടുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എത്ര വലിയവൻ. യേശുവിനെ ഷോണിനെയും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ ജോണിനെയും ദൈവം തൊടുവാണ്. ആ കുടുംബത്തെ തമ്പുരാൻ തൊടുക കേട്ടോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും, സിസ്റ്ററെ, 2 പേരെ നശിപ്പിച്ച് കളയുമെന്ന്. അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രായത്തിന് മുമ്പേ അവരുടെ ശരീരത്തെ തകർത്ത് ദുഃഖവാർത്ത സൃഷ്ടിക്കുമെന്ന് വാദിക്കുന്ന പിശാശിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. പക്ഷെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ കർത്താവിൻ്റെ വചനം കേട്ടതാണ്. അപ്പം ആത്മാവിൽ ഞങ്ങളതിനെ വെട്ടിവിടുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിശാശിൻ്റെ പ്രവർത്തികളെ തകർക്കാനാണ് യേശു ക്രിസ്തു ക്രൂശിൽ ജയാളിയായത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ തൊടുന്നു ആത്മാവിൽ. കർത്താവിന് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമെടുത്ത് കർത്താവിന് ആ വ്യക്തിയുടെ പേരറിയാം. കർത്താവിന് ആ വ്യക്തിയുടെ പിതാവിന് 2 പേരെ സിസ്റ്ററെ 2 പേരെയും കണക്ട് ചെയ്ത് പിടിച്ചേക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്ന് ആ കുടുംബത്തെ അങ്ങ് വിടിവെച്ച കൃപയ്ക്ക് നന്ദി. എല്ലാവരും പ്രാർത്ഥിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനാലോചന നമ്മുടെ ജീവിതത്തിൽ ശക്തമായി കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്. യേശുവിൻ്റെ നാമത്തിൽ. എനിക്കിത് പറഞ്ഞപ്പോഴും സങ്കടം കേട്ടോ. നിങ്ങൾ ആൾക്കാർ ഇങ്ങനെ ബ്രദറെ എക്സ്ക്യൂസ് പിന്നെ പറയും, ബ്രദറെ ഞാനത് മ്യൂട്ട് മാറ്റിയത് അങ്ങനെ എങ്ങനെ. എനിക്ക് എക്സ്ക്യൂസുകൾ മറുപടി തരാൻ പോലും സമയമില്ല സഹോദരങ്ങളെ. ഒന്ന് ശ്രദ്ധിച്ച് യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു സാന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയാം. സാന്ദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സാന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവിനൊരു വാക്ക് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു വാക്കുകൊണ്ട് കേൾക്കുവാണ്. കുറേ പേപ്പറുകൾ, ഇങ്ങനെ കുറേ പേപ്പർ എന്ന് പറഞ്ഞ് കുറേ ഈ ഡോക്യുമെൻസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കയറെ കെട്ടി കുരുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥകൾ ഇപ്പോൾ ആ സാന്ദ്രയുടെ ഭവനത്തിൻ്റെ അകത്തു നിന്നും കർത്താവ് വിടുവിക്കുന്നു എന്ന് പറയുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. സാൻഡ്ര എൻ്റെ ഫ്രണ്ടിന്റെ മോളാണ്. അവരുടെ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കയറ് കൊണ്ട് ഇങ്ങനെ കെട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണുന്നത്. ഇവരുടെ ഈ സർട്ടിഫിക്കറ്റുകളുമായിട്ട്, അതായത് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ബ്ലെസ്സിങ്ങുകളെ തുറക്കുവാൻ ദൈവം ഒരു വാതിൽ തുറക്കും.
പക്ഷെ അവരുടെ ജീവിതത്തിൽ സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാൻഡ്രയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാഴ്ച ഞാൻ കേൾക്കുവാണ്. എന്തോ ഒരു വിഷയം, പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് അവരിങ്ങനെ അതിങ്ങനെ അടച്ചു പൂട്ടി ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ചോദിക്കണം അവരോട്, അങ്ങനെ എന്തെങ്കിലും വിഷയമുള്ള വ്യക്തിയാണ്. ബ്രദറെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാന്ദ്രയെ ഞാൻ എൻ്റെ കൂടെ ആരാധിക്കുന്ന ഒരു മെമ്പറാണ്. മെമ്പറിന്റെ മോളാ. +1 ആയതേ ഉള്ളൂ. എൻ്റെ അപ്പനെ ഒത്തിരി ദൈവഹിതമല്ലാത്ത വഴിയിൽ നടക്കുന്ന ചാനപ്പെട്ട, പക്ഷെ ആ പിള്ളേർക്ക് ഒരു സമാധാനവും ഇല്ല. അത് അപ്പന്റെ നടപ്പ് കാരണം അത് വലിയ പ്രശ്നത്തിലൂടെ പോകുന്ന ഒരു ഭവനം. അത് അവരോട് ചോദിച്ചു, ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച ആരെങ്കിലും ആ ഭവനത്തിന്റെ അകത്തുണ്ടോ എന്ന് ചോദിക്കണേ. ഓഗസ്റ്റ് മാസത്തിൽ അതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് കർത്താവ് ഒരുക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമം. അതോടൊപ്പം തന്നെ ഞാൻ ഈ മാതള നാരങ്ങ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മാതള നാരങ്ങ. അതിങ്ങനെ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അതിന്. ഈ ഭയങ്കര വലിപ്പമുള്ള നാരങ്ങ, നമ്മൾ അതിൻ്റെ അകത്ത് പൊട്ടിച്ച് ഭക്ഷിക്കുന്ന നാരങ്ങ മാതള നാരങ്ങ എന്നാണ് പറയുന്നത്. പലയിടത്തും പല പേരാണ്. ഞാനിത് പറയാൻ കാരണം നമ്മൾ പല ജില്ലക്കാരും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. അപ്പോൾ അതിങ്ങനെ ഒരു വീടിൻ്റെ മുൻവശത്ത് നിന്നിരുന്നൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഒരു അതിൻ്റെ അകത്ത് ഇങ്ങനെ ഞാൻ ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് അഖിലെന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതൊരു അടയാളമായിട്ട് ഈ മരത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അഖിലെന്ന് പറയുന്ന ഒരു പേരും കർത്താവ് എന്നെ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് കർത്താവ് വേർതിരിക്കുവാന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളം നിൽക്കുന്ന ഭവനം, പ്രത്യേകിച്ച് അഖിലെന്ന് പറയുന്ന തലമുറയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇന്ന് കർത്താവ് ആ കുടുംബത്തിൻ്റെ മേലൊരു പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ദൈവം ആ ഭവനത്തെ തൊടുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ ഭവനം ഇപ്പോൾ തന്നെ സ്വീകരിച്ചോ. തലമുറകളെ ഇന്ന് നഷ്ടപ്പെടുത്തുവാൻ നോക്കുന്ന, അവരുടെ ഭാവിയെ തകർക്കാൻ നോക്കുന്ന സകല വിഷയങ്ങളും ഇപ്പോൾ വിട്ടുമാറാൻ വേണ്ടി പോവുക. ആമേൻ പറഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി സ്വീകരിച്ചോ. കർത്താവിൻ്റെ സാക്ഷ്യമായി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. ഏപ്രിൽ 1 ജനിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ മകനായിരുന്നു. ഏപ്രിൽ 1 ജനിച്ചിട്ടുള്ള അതെ. അത് സ്വീകരിച്ചോട്ടെ. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണേ. മാതള നാരങ്ങ ഇരിക്കുന്നതാണോ? അതെ അതെ. അതെവിടെ, ഏത് ഭവനവാ? എന്റെ മോനാണ് അഖില്. എന്റെ വീട്ടില് ഹോളില് മാതള നാരങ്ങ ഇരിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് വെക്കുന്ന പാത്രത്തില്. മാതള നാരങ്ങയുടെ മരമുള്ള സ്ഥലം? മരമില്ല. ഇതൊരു മരമാണ് ഞാൻ കാണുന്നത്. അത് നിൽക്കുന്ന ഒരു ഭവനമാണേ. ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ആലോചന ശ്രദ്ധിച്ച് കേട്ടോ. ഗോഡ് ബ്ലസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഈ നോബിൾ എന്ന് പറയുന്ന തലമുറയുള്ള ആരെങ്കിലും എൻ്റെ കേൾക്കുന്നുണ്ട്? നോബിൾ എന്ന് പറയുന്ന തലമുറയുള്ള വ്യക്തി, സഹോദരനല്ല, നോബിൾ എന്ന് പറയുന്ന മകനുള്ള വ്യക്തികൾ ഇന്ന് ഇതിൻ്റെ അകത്ത് കേൾക്കുന്നുണ്ട്. മോനുള്ള മോനാണ് നോബിൾ എന്ന് പറയുന്ന മോനുള്ള വ്യക്തികൾ ഇന്ന് എന്നെ സൂമിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനി അല്ല യൂട്യൂബിലോ ലൈവിലോ വല്ലോ ആണെങ്കിൽ, നോബിൾ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ മോനാ നോബിളുണ്ട്. അല്ല സിസ്റ്റർ, ഇതിൻ്റെ അകത്ത് മോൻ അതായത് സ്വന്തം മോൻ നോബിൾ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മകനെ ഞാൻ കാണുന്നത്. ബ്രദറെ, ഞാൻ പറയട്ടെ, എന്റെ മോന്റെ അളിയനാ നോബിൾ എന്ന് പറയുന്നത്. അല്ല സിസ്റ്ററെ, അല്ലല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മോനാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മോനാണ്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ആ വ്യക്തിയുടെ മോനാണ് നോബിള്.
ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, നോബിളിൻ്റെ കുടുംബം ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് ആ മകൻ്റെ ഭാവി അടഞ്ഞൊരവസ്ഥയിലാണ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്. ദൈവം അവിടെ തുറക്കാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ റെജീഷ എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവനോട് പറയുന്നു. റെജീഷ, ഞാൻ ആ കുടുംബത്തിന് വേണ്ടി കാണുന്ന സമയത്ത് ഒരടയാളം കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ ഭവനത്തിൻ്റെ ഒരു വശത്തെ പണി പൂർത്തീകരിക്കാത്തൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. റെജീഷ എന്ന് പറയുന്ന ഒരു മോളെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അവരുടെ ഭവനം പണി പൂർത്തിയാക്കാത്ത ഒരു ഭവനത്തെയാണ് ഞാൻ അടയാളമായി കാണുന്നത്. ഇന്ന് കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേലൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. ആ ഭവനത്തിൻ്റെ മേൽ ദൈവീക സമാധാനം വെളിപ്പെടുവേ. ആ വീടിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ്, ഒരു കാര്യവും പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ആ ഭവനം കടന്നു പോകുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ ദിവ്യ സമാധാനം അവരെ മൂടുന്നു. കർത്താവിൻ്റെ സ്വസ്ഥത അവരെ മൂടുന്നു. കർത്താവിന് അവരുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ ദൈവമായിട്ട് വെളിപ്പെടാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞത് ഇപ്പോൾ തന്നെ ആ കുടുംബത്തിന് വേണ്ടി സ്വീകരിച്ചോ കേട്ടോ. കർത്താവ് സമാധാനത്തിൻ്റെ ദൈവമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപയാൽ ഞങ്ങളെ മൂടുന്നല്ലോ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പാ. ഈ പറയാൻ വേണ്ടിയുള്ളവരാണ് മ്യൂട്ട് മാറ്റി വരുന്നത്. ആ, എന്റെ മരുമോള് ഏപ്രിൽ 1 ജനിച്ചതാണ്. 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അവരുടെ വീട്ടിൽ എപ്പോഴും വഴക്കും പ്രശ്നമായിരുന്നു. അത് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ കയറിയ സമയത്ത് ഞങ്ങളുടെ എന്നും ഇടപെടണേന്നും പറഞ്ഞായിരുന്നു കയറിയത്. എന്റെ മരുമോളായിരുന്നു ഏപ്രിൽ 1 ഉള്ളത്. ഏറ്റെടുത്ത ദുഷ്ട കർത്താവ് ഇന്ന് കുടുംബത്തിനെ തൊടാൻ വേണ്ടി പോകട്ടോ. ദൈവത്തിൻ്റെ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. നന്ദി കർത്താവ്. മറ്റാരെങ്കിലും പറയാനുള്ളവരാണ് മ്യൂട്ട് മാറ്റി വെച്ചേക്കുന്നത്? ഇപ്പോൾ ഈ രജീഷയുടെ പറയാൻ വേണ്ടി വന്ന ആൾ, നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർ, നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കണമേ. പറയാൻ വരുന്നവരെയും കൂടെ ഈ പറഞ്ഞ പോലെ സാറുടെ വീടിൻ്റെ അവസ്ഥ ഇരിക്കുന്നത്, പണി കംപ്ലീറ്റ് ആക്കാത്ത ഒരവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അവളെ വീട് കംപ്ലീറ്റ് ആക്കിയിട്ട് പോയില്ല. പെട്ടെന്ന് അസുഖം വന്ന് ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ തലകറങ്ങി വീണതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് 4 ദിവസം കിടന്ന് അവിടുന്ന് ഒന്നും മനസ്സിലായില്ല. രണ്ടാമത് അടുത്ത ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ കൊണ്ടുപോയി. അവിടുന്ന് ഇഞ്ചക്ഷനും ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഒന്നും മനസ്സിലാവുന്നേ ഇല്ല. ബ്രദർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. അപ്പോൾ എല്ലാ ടെസ്റ്റിലും ഒരു മാറ്റമില്ല. ഭയങ്കര വൊമിറ്റിങ്ങും. ആ 2 ഹോസ്പിറ്റലിൽ നിന്ന് വൊമിറ്റിംഗ് നിൽക്കുന്നില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത സമയത്ത് വൊമിറ്റിംഗ് നിന്ന് മറ്റ് വേദനകളും കാര്യങ്ങളും തന്നെ ഉണ്ടായി. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം, ഇതിപ്പോ സംഭവം 3 ആഴ്ചയോളായി. അപ്പം പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എനിക്ക് കാണിച്ചു തന്ന അവളെ ബാക്കിന്റെ നട്ടെല്ലിന് ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്നതാ കാണിക്കുന്നത്. കർത്താവ് എങ്ങനെ ചേർത്ത് പിടിക്കുന്ന അവളെ മുഖത്ത് ഒരു പ്രകാശമാണ് എൻ്റെ കണ്ണിൽ കാണിച്ചത്. അവരൊന്നും വിശ്വാസത്തിലല്ല, കുടുംബത്തിൽ വിശ്വാസത്തിൽ വന്നിട്ടുള്ള കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവിനുള്ളതിൽ പറയുന്നു. ആ മകള് കടുത്ത വിഷമത്തില, ദാമ്പത്തികത്തിലും പ്രശ്ന, വീട് പണി കഴിഞ്ഞില്ല. ആ വീട് പണി കർത്താവിനെ പൂർത്തീകരിക്കാത്ത ഭവനമെന്ന് ഞാൻ കണ്ടത്. രജീഷയുടെ ഭവനം, അത് അവളുടെ അവസ്ഥയും ആ മകളുടെ അവസ്ഥയും അതേപോലെ തന്നെയാണ്. ഒന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല. എല്ലായിടത്തും ഇങ്ങനെ തടസ്സങ്ങളാണ്. പക്ഷേ ഈ ഒരു പ്രവചനാലോചനയ്ക്കകത്ത് നിന്നുകൊണ്ട് ആ ഭവനത്തിൻ്റെ മേൽ പോയി പ്രാർത്ഥിച്ചോണേ. അവരുടെ ജീവിതത്തിൽ സകല വിഷയങ്ങൾ, ഞാൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രിയങ്ങളോട് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു അഭിഷേകത്തെ പൊതിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ ചെന്ന് കൈവെക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ കെട്ടുകൾ പൊട്ടി വലിയ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നപ്പ, ദൈവാത്മാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ, പ്രത്യേകിച്ച് കഴുത്തിൻ്റെ അവിടെ ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ട് വേദനയും ഇങ്ങനെ ബൾജി നിൽക്കുന്നത് പോലെ, മുഴച്ച് നിൽക്കുന്നത് പോലെ എന്തെങ്കിലും അവസ്ഥയുള്ളവർ വേഗത്തിൽ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വേദന നിങ്ങളെ കിടത്തുവാൻ നോക്കുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു.
കർത്താവെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരുത്തത്തില്ല. കർത്താവിൻ്റെ മുറിവിനാൽ ഇപ്പോൾ സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പ സ്വീകരിച്ചു. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. അത്ഭുതത്തെ സ്വീകരിച്ചു. അത്ഭുതത്തെ സ്വീകരിച്ചു. യേശുവിൻ്റെ മുറിവിനാൽ, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു നമ്മുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. കർത്താവ് നമ്മുടെ വേദനകളെ ക്രൂശിൽ വഹിച്ചു. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ പ്രവർത്തികൾ വ്യാപരിക്കുന്നു. ഓ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. അത്ഭുതം, അത്ഭുതം, അത്ഭുതം സംഭവിക്കുന്നു. ദൈവപ്രവർത്തികൾ നിറയുന്നു. സകല വിഷയത്തിൻ്റെ മേൽ അത്ഭുതം നിറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നല്ലോ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നല്ലോ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. അങ്ങ് തൊട്ട് വിടുവിക്കുന്നല്ലോ, വിടുവിക്കുന്നല്ലോ. ഇപ്പോൾ സൗഖ്യം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ഞങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യമായി സ്വീകരിക്കുന്നു, സൗഖ്യമായി സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തെ സ്വീകരിക്കുന്നപ്പാ. നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവ് അത്ഭുതമാക്കി മാറ്റുന്നല്ലോ, അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ വേദന, രോഗം അവിടെ വിട്ടുമാറിയിരിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ചോദിക്കും, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ കർത്താവ് ചെയ്തിരിക്കുന്നു. കർത്താവ് ഇപ്പോൾ തന്നെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു ആലോചന പറഞ്ഞോട്ടെ. ഞാനൊരു ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ബിന്ദുവിൻ്റെ തൊട്ടടുത്ത് തന്നെ നീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണും. ഈ ബിന്ദു നിൽക്കുന്നിടത്ത് തന്നെ നീതുവിനെ ഞാൻ കാണുന്നു. ഈ ബിന്ദുവിനെ, നീതുവിനെ ഞാൻ കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരാളെയും കൂടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നീതുവിൻ്റെയും ബിന്ദുവിനെയും ബന്ധപ്പെടുത്തി ഞാൻ നിങ്ങൾ ഇത് കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ ചുവന്ന, കടും ചുമപ്പല്ല, ഒരു ലൈറ്റ് കളറിലെ ചുവന്ന വസ്ത്രം ഇട്ടുകൊണ്ട് ഇവരുടെ ഭവനത്തിലേക്ക്, ഈ പറയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഈ 2 ആഴ്ച മുമ്പ് ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ ഇടയായിത്തീർന്നു. ഞാൻ അങ്ങനെ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ബിന്ദുവും നീതുവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ 2 ആഴ്ച മുമ്പ് ഈ പറഞ്ഞ പോലെ വസ്ത്രം ധരിച്ചൊരു വ്യക്തി സംസാരിക്കുന്ന കണ്ടു. ആ വ്യക്തിയെ റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു നന്മയുടെ വഴിയെ തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആരാണോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യം ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവ്. നീതു എന്റെ മോന്റെ ഫ്രണ്ടാണ്, പക്ഷെ അത് ഇവിടെ വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ബിന്ദുവും. എന്റെ പേര് ബിന്ദു എന്നാണ്. എന്റെ ആങ്ങളുടെ മോന്റെ വൈഫാണ് നീതു. ഒരാഴ്ചയായിട്ട് ഞാൻ നീതുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. ഞാൻ നീതുവിന് എന്നും വചനം അയച്ചു കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ കുറച്ച് ശാന്തമായിട്ടുണ്ട്. എന്റെ പേര് ബിന്ദു. എന്റെ ആങ്ങളുടെ മോന്റെ വൈഫാണ് നീതു. അവരുടെ വീട്ടിൽ കുറച്ച് 2 ആഴ്ചയായിട്ട് പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഞാനാണ് ഇങ്ങനെ വചനമൊക്കെ അയച്ചു കൊടുത്ത് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രദറെ. ഈ നവംബർ മാസം ജനിച്ച ആരെങ്കിലും ആ വ്യക്തിയുടെ ഭവനത്തിലുള്ളത് അറിയാവോ? ആ ഭവനത്തിലുള്ളത് നവംബർ മാസം കേൾക്കുന്നുണ്ടോ? ഇല്ല. നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തി ആരെങ്കിലും? എന്റെ മോൻ നവംബറിലാണ് ജനിച്ചത്. ഈ പറഞ്ഞ ബിന്ദു എന്നുള്ള സൗകര്യമാണ് പറഞ്ഞത്. അതെ, എന്റെ മോൻ നവംബറിലാണ് വന്നേക്കുന്നത് അല്ലേ? ഞാൻ നവംബറിലാ, ബിന്ദു എന്ന് പറഞ്ഞു. ഞാൻ നവംബറിലാ ജനിച്ചത്. നീതുവായിട്ട് എന്നാ ബന്ധം? നീതു എന്റെ മോന്റെ ഫ്രണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ചുവന്ന ലൈറ്റ് കളറിലെ വസ്ത്രം ഇട്ടുകൊണ്ട് 2 ആഴ്ച മുമ്പ് നിങ്ങളുടെ ഭവനത്തിൽ വന്ന ആളാരാ? അതുള്ള ആ അടയാളം ശ്രദ്ധിച്ചോണേ. ഈ കണ്ടത് ഒരാഴ്ച മുമ്പ് എന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നു. അതൊരു റെഡ് ഡ്രസ് ആയിരുന്നിട്ട് അത് ഇവരുമായിട്ട് കണക്റ്റഡ് അല്ല. ഞാൻ പറഞ്ഞത് ബിന്ദുവിന്റെ ഭവനത്തിലേക്ക്
ഈ വ്യക്തി വരുന്നൊരു കാഴ്ച, ഒരു അടയാളമാണ് കാണിക്കുന്നത് 2 ആഴ്ച മുമ്പ്. അത് വന്നിരുന്നു, എന്റെ ഫ്രണ്ട് വന്നിരുന്നു. നവംബർ മാസത്തിലാണ് സിസ്റ്റർ ജനിച്ചത്. അതെ അതെ, നവംബർ 24-ാം തീയതി ജനിച്ചു. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവമേ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, അത്ഭുതകരമായ പ്രവർത്തികളെ വ്യാപരിക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ ഞാനൊരു കർത്താവ് എന്നെ ഒരു സ്ഥലം കാണിക്കുന്നു, ഒരു തടസ്സം എടുത്ത് മാറാൻ വേണ്ടി ഇപ്പോൾ ഒരു കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം. പക്ഷെ ആ സ്ഥലം നിങ്ങൾ നല്ലതായിട്ട് വെട്ടി അത് മൊത്തം വൃത്തിയാക്കിയിട്ടു 4 ചുറ്റും മതിൽ കൊണ്ട് കെട്ടിയിട്ടേക്കുന്ന സ്ഥലമാണ്. ആ മതിലിനോട് ചേർന്ന് ലൈറ്റുകൾ, മഞ്ഞ കളർ എന്ന് പറയാൻ പറ്റത്തില്ല, ചന്ദന കളറോ അങ്ങനത്തെ ഒരു മഞ്ഞയും ചന്ദനയും കൂടെ നമുക്കൊരു ഒരു ഒരു ലൈറ്റ് ഷെയ്ഡാണ് ആ കളറ്. അതിൻ്റെ ചേർന്ന് അതേ കളറുള്ളൊരു വീടുണ്ട്. കടും മഞ്ഞയല്ല, പക്ഷേ ഒരു ലൈറ്റ്, നമ്മളെങ്ങനെ പറയാം, ചന്ദന കളർന്ന് വേണേൽ പറയാം. അങ്ങനത്തെ ഒരു ലൈറ്റ് കളറുള്ള ഒരു ഭവനം ഈ മതിൽക്കെട്ടിനോട് ചേർന്ന് തന്നെ കാണുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ സ്ഥലം കാട് പിടിച്ചു കിടക്കുന്നത് പോലൊരു സ്ഥലമാണ്. അതിൻ്റെ ചേർന്നുള്ളൊരു ഭവനമാണ് ഞാൻ ഈ കാണുന്നത്. അത് വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു പരിധി വരെ. പക്ഷേ ആ ഒരു സ്ഥലത്തിൻ്റെ ബേസ് ചെയ്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, അതിലെപ്പോൾ കാലുകുത്തിയാലും, എപ്പോൾ നിങ്ങൾ ആ ഭവനത്തിൽ കാലുകുത്തിയാലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. ഇന്ന് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണോ, ഇന്ന് ഈ നിമിഷം ഞാനിതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു ഫ്രീഡം അവിടെ ഉണ്ടാകട്ടെ. ദിവ്യ സമാധാനം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഇപ്പോൾ തന്നെ ദിവ്യ സമാധാനത്താൽ നിറയ്ക്കുന്നല്ലോ, ദിവ്യ സമാധാനത്താൽ നിറയ്ക്കുന്നു. പറഞ്ഞു ബ്രദറെ, ഞാൻ താമസിക്കുന്ന വീടാണ്. ചുറ്റും എത്ര ക്ലീൻ ചെയ്താലും പെട്ടെന്ന് കാട് പിടിക്കുന്ന, ഈ ഭയങ്കര പഴകിയത്. അന്നേരം വിൽക്കാനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അതിനകത്ത് കിടക്കുക. വീടിനകത്തെ ചുറ്റിനും മതിൽ കെട്ടാണ്. ഇതൊരു സ്ഥലമാണ്, അതിൻ്റെ അകത്ത് വീടില്ല. ഇതൊരു സ്ഥലം മാത്രമാണ് കാണുന്നത്. ഇതൊരു പറഞ്ഞോട്ടെ. എന്റെ വീടിന്റെ പുറകില് അതുപോലെയാണ് കാട് പിടിച്ച് കിടക്കാൻ. ഞങ്ങൾ വീടിനോട് ചേർന്നുള്ള അത്രയും ഭാഗമൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ കാട് പിടിച്ച് ഒരവസ്ഥയാണ്. എന്റെ വീടിന്റെ പെയിന്റും ഒക്കെ അതുപോലൊക്കെ തന്നെയാണ്. ബ്രദർ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ഇന്ന് കർത്താവ് വലിയൊരു സമാധാനം ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചില അവകാശവാദങ്ങൾ ഇപ്പോൾ തകരുക കേട്ടോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ അകത്തു നിന്നൊരു ബ്ലെസ്സിങ് തമ്പുരാൻ തുറക്കും. അതുമായിട്ട് റിലേറ്റ് വീട്ടിൽ കയറി വരുമ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ മേലെ അവസാന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവായ യേശുവെ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. പ്രതിസന്ധികളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിക്കളയുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ഇന്ന് ബ്ലെസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ഒരു 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 പ്രത്യേക ഒരു പേര് കർത്താവ്, ഈ ടിൻസി എന്നോ അങ്ങനെ, അതായത് ടീയിലാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ സി നമ്മൾ ജെൻസി ടിൻസി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ടീയിൽ തുടങ്ങിയിട്ട് സി, ആ ഒരു പ്രൊനൗൺസിയേഷൻ പറയും. ടിൻസി എന്നല്ലാണ് എനിക്കറിയത്തില്ല, അങ്ങനത്തെ ഒരു പേര് എൻ്റെ ഉള്ളത്തിൽ വരികയാണ്. ടീയിൽ ആരംഭിച്ചിട്ട് സി നമ്മൾ ടിൻസി ജാൻസി എന്നൊക്കെ പറഞ്ഞ പോലെ സിയിൽ വന്ന് അവസാനിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണോ ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ തമ്പുരാൻ തൊടുന്നു. ടിൻസി എന്റെ കസിനാണ്, എന്റെ ഫ്രണ്ടും ഉണ്ട്. 2 പേരുണ്ട് ടിൻസി. 2 പേരും ടിൻസി കസിനുമാണ്, ഫ്രണ്ടുമാണ് അല്ലേ? ടിൻസി എന്റെ മകളാ പാസ്റ്റർ, ബിബിന്റെ ഭാര്യ, എന്റെ മകളാണ്. ഒരു മിനിറ്റ്. ഈ 15 എന്ന് പറഞ്ഞൊരു മാസത്തിലൊരു ഡേറ്റ് കർത്താവിനെ കാണിക്കുക. 15 എന്ന് പറഞ്ഞൊരു മാസം, ദിവസം കാണിക്കുക. 15 എന്ന് പറഞ്ഞ ഒരു ദിവസം കാണിക്കുക. ആ ദിവസവുമായിട്ട് ബന്ധമുള്ള ആളാരാ? 15 എന്ന് പറഞ്ഞ ഡേറ്റുമായിട്ട് ബന്ധമുള്ള ഒരു ജനന സമയമാണ് കാണിക്കുന്നത്, ഡേറ്റാണ് കാണിക്കുന്നത്. ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് 15 എന്നുള്ള ഡേറ്റ് ഒന്ന് ചോദിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ 15-ാം തീയതി ജനിച്ചിട്ടുള്ള വ്യക്തി, യേശുവിന്റെ സർജറി കഴിഞ്ഞിട്ടിരിക്കുക. ടിൻസി എന്റെ ഫ്രണ്ട്.
ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. കർത്താവിൻ്റെ നിങ്ങൾ ഈ പ്രവചന ആലോചനയ്ക്കകത്തുനിന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവ് ആ രോഗത്തെ പൂർണ്ണമായും സൗഖ്യമാക്കുവാൻ ശക്തനാണ് കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. എൻ്റെ യേശുവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും തൊടുന്നല്ലോ. ഞാനിപ്പോൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന ഓൾ നൈറ്റ് പ്രെയർ ഉണ്ട്. അതിന് ലിങ്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ സമയം 1 മണിക്കാണ് ആരംഭിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾ തുടങ്ങിക്കോണം. 1 മണിയാകുമ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് സഹായിക്കട്ടെ. ഈ സമയത്ത് എനിക്കൊരു സൗഖ്യം, പൂർണ്ണ സൗഖ്യം എൻ്റെ ശരീരത്തിൽ ലഭിച്ചു എന്ന് ഉറപ്പ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റി എനിക്ക് ആ വിടുതൽ കിട്ടി എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ മ്യൂട്ട് മാറ്റി പറയാനുള്ള സമയമാണ്. വിളിക്കുന്നേ. എന്റെ 2 കണ്ണിന് രാവിലെ മുതൽ അങ്ങ് ഭയങ്കര കരികരിപ്പും വേദനയായിരുന്നു. ഞാൻ ഇന്നലെ ബ്രദർ പറഞ്ഞ സമയത്ത് ഞാൻ 2 കണ്ണിനും തൊട്ട് പ്രാർത്ഥിച്ചു. ഇപ്പൊ എനിക്ക് ആ കണ്ണിന്റെ വേദനയെല്ലാം മാറി നല്ല ഇതായി. പൂർണ്ണ വിടുതൽ തന്നതിന് നന്ദി കർത്താവേ. അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് പിന്നെയും സാക്ഷ്യങ്ങൾ കേൾക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ പറയാതെ പോകരുതേ. ഈ നിമിഷം ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നു. വാരി വിതറി കൊടുക്കുവാൻ നന്മ തുറക്കുന്നല്ലോ. അവരുടെ ജോലിയെ, ബിസിനസ്സിനെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പോൾ എല്ലാ ഞെരുക്കങ്ങളെയും ബ്രേക്ക് ചെയ്യുന്നപ്പോൾ സമാധാനം വാരി വിതറി. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ എണ്ണ വർദ്ധിച്ചതുപോലെ നന്മ വർദ്ധിക്കട്ടെ. കടഭാരങ്ങൾ വിട്ടുമാറട്ടെ. ബിസിനസ്സിൽ, ജോലിയിൽ വർധനമുണ്ടാകട്ടെ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. കൊടുക്കുവാൻ സമൃദ്ധി ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ബ്രദർ, ഒരു ആലോചന. ഏപ്രിൽ 1 ജനിച്ചത് എന്റെ സഹോദരി മേഴ്സി. അവൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഇന്നിപ്പോ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. 2 തലമുറയുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണേ. കർത്താവ് ദൈവത്തിന്റെ ആരോഗ്യവും സമൃദ്ധിയും കൊടുക്കാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലസ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലസ് യു. ദൈവം ആരോഗ്യം കൊടുക്കുന്നു. പറഞ്ഞു ബ്രദറെ. എനിക്ക് വസ്തു കാട് പിടിച്ച് കിടന്നത് ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ വസ്തുവാണ്. അതിൽ താമസിക്കുന്നൊന്നുമില്ല. ഒരു 10 സെന്റ് 9.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അത് ഏറ്റെടുത്ത ആലോചനയ്ക്ക് അത് ഏറ്റെടുത്തോണേ. കർത്താവിന്റെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. താങ്ക് യു. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു ബ്രദറെ. കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ ഇടത്തെ ചെവിക്കകത്ത് 2-3 ചെറിയ ഇങ്ങനെ കുരുക്കൾ പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ തൊടുമ്പോഴൊക്കെ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ അലർജി പോലെ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ ഇളകിയ പോലെ ആയിരിക്കുമായിരുന്നു. എനിക്ക് വലിയ പ്രയാസമായിരുന്നു. ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഞാൻ വിശ്വാസത്തോടെ കരം വെച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ മുതൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. അതിനകത്ത് കുരുക്കളും ഇല്ല, ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ട് സൗഖ്യമായി. നന്ദി കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിന് നന്ദി. പ്രിയ സഹോദരി പറഞ്ഞോളെ തന്നെ സിസ്റ്ററെ, നേരിട്ട് വരുമ്പോൾ ഈ സാക്ഷ്യമൊക്കെ പറയണമേ. 1 വർഷമായിട്ട് കുരുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അത് പൂർണ്ണ സൗഖ്യമാക്കി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ബ്രദർ, എനിക്ക് അന്ന് പ്രാർത്ഥിച്ച് പിന്നെ രാത്രി ഇന്നേ വരെ നെഞ്ചുവേദന വന്നിട്ടില്ല. സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു, ആൻജിയോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ പ്രെയർ കേറിയത് കൊണ്ടാണ് എനിക്ക് നല്ല ധൈര്യവും സന്തോഷവും വചനത്തിന്റെ ശക്തിയും കിട്ടിയത്. ഞാൻ ടെൻഷൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് വചനത്തിന്റെ ശക്തിയാൽ എല്ലാം മാറ്റി. ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഞാൻ തന്റെ രോഗസൗഖ്യ പ്രാർത്ഥന പല പ്രാവശ്യം ഇങ്ങനെ കേട്ടിട്ട് ആണ് ഡോക്ടറിന്റെ റൂമിൽ സന്തോഷത്തോടെ കയറിയത്. ഡോക്ടറിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറവുണ്ടെന്ന് പറഞ്ഞപ്പം മരുന്ന് 3 മാസത്തേക്കൂടെ തന്നേച്ച് പറഞ്ഞത് കഴിച്ചാൽ മതി, എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണമെന്ന്. ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഞാൻ യേശുവിന്റെ സാക്ഷ്യമായിട്ട്. ആമേൻ. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇനി വേദന ഉണ്ടെങ്കിൽ, ഇത്ര നാൾ സൗകര്യക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വേദന ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ കർത്താവ് സൗഖ്യമാക്കിയതുകൊണ്ട് സിസ്റ്റർ ഇനി ടെൻഷൻ വേണ്ട. ഇനി ആ വേദനയായിരുന്നു അതിൻ്റെ പ്രശ്നമെങ്കിൽ ആ വേദന യേശു എടുത്ത് മാറ്റിയിരിക്കുന്നു.
കർത്താവ് ആരോഗ്യം തന്നിരിക്കുന്നു. പൂർണ്ണ വിടുതലിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്നുകൂടെ പറയാനുണ്ട് ബ്രദറെ, ഒന്നുകൂടെ പറയാനുണ്ട്. ആ എന്റെ മോന്റെ ബർത്ത്ഡേ ഇന്ന് 2 നാളെ 3-ാം തീയതി മോന്റെ ബർത്ത്ഡേ ആണ്. 30 വയസ്സ് പൂർത്തിയാവും. എന്റെ മോനെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ജീസ് മോൻ എന്നാണ് പേര്, ജീസ് മോൻ ജോസഫ് കർത്താവ് ഞാൻ ഫ്രാങ്കലിൻ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് തലമുറ ദീർഘായുസ്സും ദിവ്യാരോഗ്യത്താൽ നിറയ്ക്കുമാറാകുന്നതിന് കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. സ്തോത്രം. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറയുന്നു. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദറെ, എന്റെ മോന് 30-ാം തീയതി ഇവിടെ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോയി ദുബായ് വഴിയാ പോയത്. പോയ വഴിക്ക് അവന്റെ ഫോൺ നഷ്ടമായി. അപ്പോഴേ ഞാൻ അജിത സിസ്റ്റർക്ക് ഒരു മെസ്സേജ് കൊടുത്തു. എനിക്ക് വളരെ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അജിത് സിസ്റ്റർക്ക് മെസ്സേജ് കൊടുത്തു, സിസ്റ്ററെ ഈ വിഷയം ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ഇന്നത്തെ നമ്മുടെ ഈ വൈകിട്ടത്തെ പ്രെയർ കഴിഞ്ഞതിന് ശേഷം ദൈവം ഒരു അത്ഭുതം ചെയ്യണം. അത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് ഇടുകയും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഭാരത്തോടെ ഇരിക്കുകയും ചെയ്തു. ഇന്ന് പകൽക്കാലം ആ ഫോൺ ലഭിച്ചു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ആ പ്രാർത്ഥനയിൽ അന്ന് പാസ്റ്റർ ഫെയ്ത്ത് ആൻഡ് ബിലീവിനെ വിശ്വാസത്തെ കുറിച്ച് തമ്മിലുള്ള താരതമ്യം ചെയ്ത് ക്ലാസ് എടുത്ത ഒരു ദിവസമായിരുന്നു 30-ാം തീയതി വൈകിട്ടത്തെ പ്രെയർ. അന്ന് 1-ാം തീയതി വൈകിട്ടത്തെ പ്രെയറിൽ അത് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആ ഫോൺ ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം അതിന് ഒരു മറുപടി ലഭിക്കാൻ തക്കോണം ദൈവം ഇടയാക്കി. നല്ല വിലയുള്ള ഒരു ഫോണും മോൻ ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് വളരെ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ദൈവം അങ്ങനെ ഒരു അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ദൈവത്തിന് നന്ദി. നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ നമ്മുടെ അധ്വാനം നമ്മൾ തന്നെ ഭക്ഷിക്കും, നമ്മൾ ഭാഗ്യവാൻ. അപ്പം നമുക്ക് ലഭിച്ച നന്മ ദൈവം തന്നതാണ്. അത് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പറഞ്ഞ കേട്ടില്ലേ, അത് ബിസിനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും അതെല്ലാം മടക്കി തന്നു. കർത്താവിന് സ്തുതി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. നമ്മുടെ നന്മ നമ്മുടെ അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ? സ്തോത്രം. സാക്ഷ്യമായിട്ടല്ല, പ്രാർത്ഥന വിഷയം. സിസ്റ്ററെ, പ്രെയർ റിക്വസ്റ്റ് ഈ കാണുന്ന 4 നമ്പറുണ്ട്, അതിലേക്ക് അയച്ചോ കേട്ടോ, പ്രെയർ റിക്വസ്റ്റുകളെ. അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു കേട്ടോ. ഇത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു. ബ്രദറെ, നാളെ കഴിഞ്ഞ വെള്ളിയാഴ്ച 19-ാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സുരേഷിന്റെ കാര്യം. ജാതിമാരുള്ള ഒരു വീട്ടിലെ സുരേഷ് അനുഗ്രഹമായിട്ട് വരുന്നു. ഞങ്ങൾ അയാളോട് കുറച്ച് പൈസയുടെ കാര്യമാണ്. പക്ഷെ അതൊരു മാസം മുൻപാണ്. പക്ഷെ അയാൾക്കത് കൊണ്ടുവരാൻ പറ്റാണ്ട് പല പല തടസ്സങ്ങളായിരുന്നു അത്രേ. ബ്രദർ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു. ഞാനത് വിചാരിച്ചു, ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു. ഇന്ന് അയാൾ ആ പൈസ ആയിട്ട് എത്തി. അത്രയും അർജന്റുള്ള സമയമായിരുന്നു. ഞങ്ങൾക്ക് ഉച്ചയായപ്പോൾ അയാള് ഞങ്ങൾ ചോദിച്ചു പൈസ ആയിട്ട് എത്തി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നു. നന്ദി കർത്താവേ. ഇടപെട്ട ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നന്ദി പറയുന്ന മകനെ ദൈവം തൊട്ടവർക്ക് അനുകൂലമാക്കിയല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പിന്നെ ഒരു ബ്രദറെ, ഒരു ജസ്ലാന്ന് പറഞ്ഞൊരു കുട്ടീനെ വിളിച്ചിട്ട് ഞാൻ പറയാം, വല്ലാണ്ട് 5 ദിവസമായിട്ട് ക്ഷീണിച്ച് എണിക്കാൻ പറ്റുന്ന കിടക്കുന്ന വയറിളക്കായിട്ട്. ബ്രദർ അന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രയർ കഴിഞ്ഞു. ഈ നേരത്തോടു കൂടി കുട്ടി പെട്ടെന്ന് എണീറ്റു. അതേവരെ കിടക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട്. പിന്നെ അവനവിടെ എണീറ്റു ഭക്ഷണം കഴിച്ചു. പിന്നെ അവനെ നേരം വിളിക്കുന്നതോട് കൂടി നല്ല സുഖമായി. ഇപ്പൊ നന്നായി നടക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. 5 ദിവസമായിട്ട് അവൻ ക്ഷീണിച്ച് കിടക്കായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം അവനെ എണീറ്റു നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ സാക്ഷ്യം പറയുന്നു. നന്ദി കർത്താവ്. അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും അത്ഭുതങ്ങളാൽ നിറയ്ക്കും കേട്ടോ. ആമേൻ. പറഞ്ഞു. ഇന്ന് എന്റെ സിസ്റ്ററിന് 15 ദിവസമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു. അപ്പൊ 5 ദിവസം ഇന്നലെയൊക്കെ ആയപ്പോഴത്തേക്ക് ഒത്തിരി അവശതയിലായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഒട്ടും വയ്യ, തീരെ വയ്യ, 2.5 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. അപ്പൊ വീട്ടിലെ പണി ഇതുകൊണ്ട് മൊത്തത്തിൽ അവൾ അവശതയായി കിടക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഇന്നലെ വിളിച്ച് ബ്രദർ പറഞ്ഞതുപോലെ അവിടെ അടുപ്പിണരുകളാൽ സൗഖ്യം കിട്ടിയെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വെള്ളം ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് കുടിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുടിച്ചിട്ട് അവള് പിന്നെ വിളിച്ചില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇന്ന് എന്നെ വിളിച്ചു. ഇന്നലെ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുറെ അങ്ങ് പോയി. പിന്നെ ഇതുവരെയായിട്ടും അങ്ങനെ ബ്ലീഡിങ്ങും ഉണ്ടായിട്ടില്ല. ക്ഷീണവും മാറി, നടുവേദനയും മാറി എന്ന് പറഞ്ഞു. പാസ്റ്റർ പകരം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. ദൈവത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നന്ദി കർത്താവെ. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ബ്ലീഡിങ്ങിൻ്റെ ബുദ്ധിമുട്ടിനാൽ പ്രിയ മകള് ഭാരപ്പെട്ടു. അത്രയും അവശ നിലയിലായിരുന്നു.
എന്നാൽ വിശ്വാസത്തോടെ അറിഞ്ഞ വചനം പഠിച്ചത് പ്രകാരം ഉപയോഗിച്ചു. മകളുടെ ബ്ലീഡിങ്ങിൽ നിന്നും അവൾ സൗഖ്യമായി, ശരീരത്തിലെ ക്ഷീണം വിട്ടുമാറി, ആ നടുവേദനയും സൗഖ്യമായി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ അനേകരെ സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷി പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ ചെറിയൊരു തന്നെ. ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് 3 ദിവസമായിട്ട് ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അപ്പൊ ഇവിടെ കോതമംഗലം പള്ളി, ചെറിയ പള്ളി, വലിയ പള്ളി അങ്ങനത്തെ ഒരു പള്ളിയുണ്ട്. ഒത്തിരി വലിയ പെരുന്നാളാണ് അവിടെ. അപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് വരെ, ഒരു 10-100 കിലോമീറ്റർ വരെ ദൂരെ നിന്ന് വരെ ആൾക്കാർ നടന്നു വരുന്നത് അവിടെ ആയിരുന്നു. രാവിലെ മുതലേ വൈകുന്നേരം വരെ നടന്നു വരുന്നതായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ചർച്ചിലേക്ക് പോകുമ്പം ഞാനിവിടെ ഒരു 10-100 ട്രാക്ട് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഞാൻ അടിച്ചത്. അപ്പോൾ അതെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് രാവിലെ പോയപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ വേഗം എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, എന്നെ ടൗണിൽ ഇവിടെ ഇറക്കി വിടാൻ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അത് കൊടുത്തിട്ട് ഞാൻ പോയി. പിന്നെ ചർച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ വേറെ ചർച്ചിൽ അമേരിക്കയിൽ പോയൊരു കുട്ടീൻ്റെ, ആ കുട്ടി കുറേ ബുക്ക് ഞങ്ങൾക്ക് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-500 ബുക്കുകൾ കൂടുതലുണ്ടായിരുന്നു. അതും വേറെ കുറേ ട്രാക്ടർ വന്നു. അതെല്ലാമായിട്ട് ഞങ്ങളൊരു 3-4 പേര് പോയി, ടൗണിൽ പോയി അത് എല്ലാം വിതരണം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പുതിയ നിയമം കുറേ പേര് കൊടുക്കുന്നുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ അവരുടെ നിന്നും വാങ്ങി ഞങ്ങളിത് കുറേ കൊടുത്തു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി പാസ്റ്റർ. അതുകൊണ്ട് നന്ദി ചെയ്യാൻ കർത്താവേ. കഴിഞ്ഞു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷം നമുക്ക് കൊടുക്കുവാൻ കിട്ടുന്ന ഒരു അവസരങ്ങൾ പാഴാക്കല്ലത്. വലിയൊരു പദവിയാണ്, വലിയൊരു അനുഗ്രഹമാണ്. ദൈവരാജ്യത്തിൽ നമ്മളൊരു മുതൽക്കൂട്ടാണ്. അതിൻ്റെ പ്രതിഫലം കർത്താവ് തീർച്ചയായിട്ടും തരും. കർത്താവ് നിങ്ങളുടെ വിശ്വസ്തതയെ മാനിക്കും. ഗോഡ് ബ്ലെസ് യു. ഇനിയും അനേകങ്ങളിൽ പ്രയോജനപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഇച്ചിരി ഉറക്കെ പറയോ, കേൾക്കുന്നില്ല. ഉറക്കെ പറയോ, കേൾക്കുന്നില്ല. മോളെ പറ്റിട്ട് മോനെ പറ്റിട്ട് കേട്ടില്ല സിസ്റ്റർ. സാക്ഷ്യമാണോ? ഹലോ, സാക്ഷ്യം പറയണോ സിസ്റ്ററെ? കേൾക്കുന്നുണ്ടോ? സാക്ഷിയല്ല, ആ, മോന് സൂക്കേടിനെ പറ്റിട്ട്. മോള് ബഹറില് ജോലിക്ക് പോയിട്ട് അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ജോലിന്ന് റിസൈൻ ചെയ്ത് 1 മാസം അവിടെ പീരിയഡ് നോട്ടീസ് പീരീഡിൽ നിന്നിട്ട് വേറെ ജോലി കയറണം. ഇതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല. മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എത്രയും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി സിസ്റ്റർ. ഇപ്പം തന്നെ പറഞ്ഞോണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും, എൻ്റെ മകളുടെ വിഷയത്തിൽ ഞാൻ അത്ഭുതം കാണും എന്ന് തന്നെ പറഞ്ഞാൽ മതി. വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, ആ വാക്ക് തന്നെ പറഞ്ഞാൽ മതി. അത്ഭുതം കാണുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. പിന്നെ മോനാ മൂത്തത്. മോൻ എവിടെയും പോകുന്നില്ല. ഇവിടുന്ന് ഒരു കൽസിന്റെ പണിയാ ചെയ്യുന്ന. അവന് ഭയങ്കര വെറുപ്പ്, അസുഖം, ശരീരം വണ്ണം വെച്ചിട്ട് വയറെല്ലാം വലുതായിട്ട് ഒരു പൈശാചിക. സിസ്റ്റർ അത് പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ അതേ വചനം പറയും. എൻ്റെ തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായി തീരുന്നു മാത്രം പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ വെളിപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഹലോ പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ എൻ്റെ പേര് വിജയ നായർ. ഞാൻ ബാംഗ്ലൂരിലാണ്. എൻ്റെ 1 വർഷമായി ഞാൻ ഈ സൂമിൽ വന്നിട്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു സാക്ഷ്യം ഒന്നും പാസ്റ്ററിനോട് പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു സാക്ഷ്യം പറയുന്നത്, എൻ്റെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാനിവിടെ ബാംഗ്ലൂരാണ്. എൻ്റെ മകളും ഫാമിലിയൊക്കെ നാട്ടിലാണ്. എൻ്റെ മകളുടെ കുട്ടിയുടെ കാര്യമാണ് ഞാൻ എഴുതിയിരുന്നത്. ഒരു ടെക്നോ പാർക്കിൽ എഞ്ചിനീയർ കഴിഞ്ഞ് ഫൈനൽ ഇയർ കഴിഞ്ഞ് 1 വർഷം വീട്ടിൽ നിൽക്കുകയാണ്. ഒരു ജോലിക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ ടെക്നോ പാർക്കിൽ തന്നെ കിട്ടണമെന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 മാസമായി ആ കുട്ടി ഇപ്പം ദൈവകൃപയാൽ ഇത് ടെക്നോ പാർക്കിൽ തന്നെ ഒരു ജോബ് കിട്ടി. സാലറി കുറവാണെങ്കിലും രാത്രി നൈറ്റ് ഷിഫ്റ്റ് ആണതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട്. എന്നാലും അവൾ പറയുന്നത് 6 മാസം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ട്രൈ ചെയ്യാമെന്ന്, ഡേ ടൈമിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ഞാൻ പറയാൻ വേണ്ടിയിരുന്നത് കർത്താവ് തുറന്ന അതാണ് ഞാൻ പറയാനെ വിളിച്ചത്. അപ്പോൾ ഒരു സാക്ഷ്യമായിട്ട് പറയുവാണ്. പിന്നെ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന തമ്പുരാൻ പറഞ്ഞ പോലെ തന്നെ ടെക്നോ പാർക്കിൽ തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ചു. കർത്താവ് അതുപോലെ തന്നെ വഴി തുറന്നു. ഇനിയും ഇതേപോലെ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക, അത് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന കർത്താവുണ്ട്, തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. അതേപോലെ തന്നെ ചെയ്യും കേട്ടോ. ഇനിയും ഒത്തിരി സാക്ഷ്യം പറയുവാൻ കൃപ ദൈവം വർദ്ധിപ്പിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.
ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ബ്രദറെ, ഒരു സാക്ഷ്യമല്ല, കേൾക്കണ്ട ബ്രദറെ? ബ്രദറെ, പറഞ്ഞു സിസ്റ്റർ. ഹലോ ബ്രദറെ. പറഞ്ഞു. അതെ, എനിക്കൊരു സംശയം ചോദിക്കാനാണ് ബ്രദറെ. ഞാൻ ഈ വെള്ളം നമ്മള് പ്രാർത്ഥിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതപ്പോ ഏത് പ്രാർത്ഥനയാണ് അതിൽ പ്രാർത്ഥിക്കേണ്ടത്? സിസ്റ്റർ, വെള്ളത്തിന് ഇങ്ങനെ പറഞ്ഞാൽ മതി, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ വെള്ളം, നമ്മൾ ബൈബിളിൽ പലയിടങ്ങളിലും വെള്ളം എണ്ണയൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നതിന് കാണാൻ പറ്റും. നമ്മളെ ഒരു വിഷയത്തെ, നമ്മുടെ വിശ്വാസത്തെ ഓരോന്നിലേക്ക് നമുക്ക് പകരുവാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വചനം രൂപമാറ്റം വരുന്നത് പോലെ തന്നെ എണ്ണ എടുത്ത് ഉറക്ക് പിടി. കർത്താവ്, ഞാൻ എണ്ണ അല്ലെങ്കിൽ വെള്ളമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ യേശുവിൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങയുടെ ശക്തി വെള്ളത്തിൻ്റെ മേലെ അയച്ച് ആരാണോ ഇത് പാനം ചെയ്യുന്നത് ആ വ്യക്തിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നെഗറ്റീവായിട്ടല്ല, ദൈവസന്നിധിയിൽ എന്താണ് അനുഗ്രഹം ആഗ്രഹിക്കുന്നത് അത് ആ വ്യക്തിയിൽ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. ആ വെള്ളം പഥ്യമാക്കി ദൈവം മാറ്റും. നമുക്കത് ആ വെള്ളത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ച്, അതായത് നമ്മുടെ വിശ്വാസമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ വിശ്വാസം വെള്ളത്തിൻ്റെ മേൽ പ്രവർത്തിച്ച് ആ വെള്ളം അതിൻ്റെ മേലൊരു ശക്തിയായി മാറി നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. അതുകൊണ്ടാണ് ബൈബിളിൽ എണ്ണ പൂശി പ്രാർത്ഥിച്ചുവെന്നും വെള്ളം ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയാൻ കാരണം അതിൻ്റെ ഉപ്പിനും വെള്ളത്തിനും പ്രത്യേകത ഒന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നയാളുടെ വിശ്വാസത്തെ പകരുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളേറ്റ് പറയാവേ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തുതിച്ചാട്ടെ, ഒരുമിച്ച് ദൈവസന്നിധി നന്ദിയോടെ നമുക്ക് പറയാം. ഈ നിമിഷം തന്നെ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി സകലത്തെയും സൃഷ്ടിക്കുന്ന ദൈവമാണ്, സകലതും നമുക്ക് അനുഗ്രഹമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്കിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാത്തിലും നമ്മളെ സാക്ഷ്യമാക്കി മാറ്റുന്നുണ്ട്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നന്ദിയോടെ ദൈവത്തെ